ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. വിചാരം എന്നുള്ളത് ആത്മീയതയിൽ നിന്നും ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒന്നാണ്. നമ്മൾ വിചാരം ചെയ്യുന്നത്, അല്ലെങ്കിൽ വിചാരം എന്നുള്ളത് നമ്മുടെ ജീവഭാവത്തിൻ്റെ സ്വഭാവമാണ്. ഇപ്പോൾ ബ്രഹ്മഭാവത്തിന് വിചാരം ചെയ്യണം എന്നുള്ളൊരു ചോദ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ബ്രഹ്മഭാവത്തിന് വിചാരം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിചാരം എന്നുള്ളത് ഒരു ന്യൂനതയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ചിലർ ജീവിതത്തെക്കുറിച്ച് മാത്രം വിചാരം ചെയ്യുന്നു. ചിലർ ജീവഭാവത്തിൽ നിന്നുകൊണ്ട് ആ ബ്രഹ്മത്തെ വിചാരം ചെയ്യുന്നു. ഇത് രണ്ടായിരുന്നാലും വിചാരം ചെയ്യുന്നവനെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആ ബോധത്തെ, സത്യത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴറിയും അറിയിക്കുന്നവനും അറിയപ്പെടാൻ ശ്രമിക്കുന്നവനും അറിയാൻ ശ്രമിക്കുന്ന അറിവും എന്തുപാധി കൊണ്ടാണോ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത്, ആ അറിവും സത്യമല്ല എന്നുള്ളത് തിരിച്ചറിയുകയാണ്. അതറിയാൻ ചിലത് അറിഞ്ഞേ തീരും. അതായത് ഇവിടെ ഒന്നും പഠിച്ച് മനസ്സിലാക്കാനില്ല, ഒന്നും പഠിക്കാനില്ല എന്ന് തിരിച്ചറിയാൻ നമ്മൾ ചിലത് പഠിച്ചേ പറ്റൂ. അവധൂജിയുടെ ശൂന്യമായ വാക്കുകൾ എന്ന ഈ രചനയിൽ നിന്നും ഇന്നത്തെ സത്സംഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലാണ്. ഈ ഒരു സ്ഥലം മീ ടു മീ മെഡിറ്റേഷൻ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന സാധകർക്ക് പരിചിതമുള്ളതാണ്. നമ്മൾ നമ്മുടെ മീ ടു മീ മെഡിറ്റേഷൻ സെൻറ്ററിൻ്റെ കുടുംബാംഗമായിട്ടുള്ള അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ വിജയൻജിയാണ് ഇന്ന് നമ്മളോടൊപ്പം സത്സംഗത്തിനായിട്ടുള്ളത്. വിജയൻജിയുമായിട്ട് നമ്മൾ ഇതിനു മുന്നേ 2 വർഷം മുന്നേ ഒരു സത്സംഗം ചെയ്തിട്ടുണ്ട്, ക്രിയായോഗയെ പറ്റി, ക്രിയാ ബാബാജിയെ പറ്റിയൊക്കെ. അത് യൂട്യൂബിൽ 17,000-ഓളം വ്യൂസ് കിട്ടിയ ഒരു സത്സംഗമായിരുന്നു. അപ്പം നമുക്ക് ഇന്നും വിജയൻജിയോട് ക്രിയായോഗയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം, ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. നമസ്കാരം. ഗുരുവിനും എല്ലാവർക്കും സ്വാഗതം. വിജയൻജി, നമ്മൾ ഈ ആധ്യാത്മികതയിൽ സത്യത്തെ അറിയാൻ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല പാതകളുണ്ട് ആത്മീയതയിൽ. പല പാതകളിൽ കൂടി സഞ്ചരിച്ചാണ് ഓരോരുത്തർ ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുന്നത്. ഗുരുക്കന്മാരെല്ലാവരും നമുക്ക് മുന്നിൽ ഒട്ടേറെ പാതകൾ തുറന്ന് കാട്ടിത്തന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ് ക്രിയായോഗ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. എന്താണ് ക്രിയായോഗ എന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യം. യോഗ എന്ന് പറഞ്ഞാൽ നമ്മൾ ബുക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ വളരെയധികം എക്സ്പ്ലനേഷൻസ് കാണും. പക്ഷേ ക്രിയ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ആക്ഷൻ, യോഗ. അപ്പം ആക്ഷനിലൂടെ യോഗ ചെയ്യുന്നു. എന്തിനാണ് ചെയ്യുന്നത്? നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒന്നിച്ച് ചേർക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അത് രണ്ടും, മനസ്സും ശരീരവും കൂടെ ഒന്നിച്ച് ചേർന്നാൽ പിന്നെ എന്ത് കിട്ടും? നിങ്ങൾക്ക് എന്തോ അതിനപ്പുറമുള്ള ഒരു യൂണിറ്റ് കിട്ടും. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ക്രിയായോഗ. ക്രിയ എന്ന് പറഞ്ഞാൽ ഏത് ചെയ്യുന്ന യോഗയും ക്രിയ തന്നെയാണ്. എന്നാൽ ഈ മഹാവതാർ ബാബാജിയുടെ ക്രിയായോഗ കുറച്ച് വ്യത്യസ്തമുണ്ട് മറ്റേ. ഈ ടെക്നിക്സ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് മഹാവതാർ ബാബാജി ലാഹിരി മഹാശയ്ക്ക് പകർന്നു കൊടുത്തതായിട്ടാണ് കേൾക്കുന്നത്. ഈ ക്രിയകൾ പല ഗുരുക്കന്മാരിൽ നിന്നും ഇങ്ങനെ പലർക്കും പല വിധത്തിലും ലഭിച്ചിട്ടുണ്ട്. ഈ ക്രിയകൾ
നിങ്ങൾ ശരിക്കും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ വളരെ ഉപകാരപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. അത് ഒരു തിയറി ആയിക്കോട്ടെ. ആ തിയറിയെ നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ക്രിയ ഞങ്ങൾ പഠിച്ചിട്ടിപ്പോൾ ഏകദേശം ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ വൈഫും പഠിച്ചിട്ടൊരു 25 വർഷമായി. കോവിഡ് വന്ന സമയത്തല്ലാതെ ആ സമയത്ത് കോവിഡ് വന്ന് ഞാൻ 5 ദിവസം ഹോസ്പിറ്റലായി. ആ സമയത്ത് മാത്രമാണ് ഞാൻ ക്രിയ ചെയ്യാതിരുന്നിട്ടുള്ളത്. എൻ്റെ വൈഫ് എന്തുവിന് കോവിഡ് വന്ന സമയത്തും ക്രിയ മുടക്കി. അപ്പം നമ്മുടെ ആ ഡെഡിക്കേഷൻ, ക്രിയയോടുള്ള ഡെഡിക്കേഷൻ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്ത് കിട്ടിയാലും അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ക്രിയായോഗ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് കേട്ടാൽ ഞാൻ പറയും 100% ഉണ്ട്. എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഈ ശരീരമാണ് എൻ്റെ എക്സ്പെരിമെൻ്റൽ ലാബ്. ഈ ശരീരത്തിൽ നടക്കുന്ന എന്തും നമുക്കേ അറിയാൻ പറ്റുള്ളൂ, വേറെ ആർക്കും അറിയാൻ പറ്റത്തില്ല. അത് അനുഭവിച്ചറിഞ്ഞ ഒരാൾക്ക് മാത്രമേ ഈ ക്രിയായോഗ എന്താണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ബുക്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ പോയാൽ എല്ലാ ക്രിയകളും കിട്ടും. അവിടെ പലരും എഴുതിയിട്ടുണ്ട് 4 ക്രിയ, 5 ക്രിയ, അങ്ങനെ എല്ലാം ഉണ്ട്. എൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പല ഗുരുക്കന്മാർ പറയുന്നതും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ സംശയമാണെന്ന് ഞാൻ പറയും. എന്നാൽ പറഞ്ഞാൽ ഇത് ഒരു ടെക്നിക്കിനെക്കാളും ഒരു ട്രാൻസ്മിഷനാണ്. ഗുരു ശിഷ്യന് കൊടുക്കുന്ന ശക്തിപാതം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നിങ്ങൾക്കറിയാമെന്നുള്ളതാണ്. അത് വാക്കിലൂടെ ആവാം, ടച്ചിലൂടെ ആവാം, ടച്ച് പിന്നെ പല വിധത്തിൽ ചെയ്യാം എന്നുള്ളത്. ഒരു മന്ത്രത്തിൽ കൂടെ കൊടുക്കാം, ഇങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു റിയലൈസ്ഡ് സോൾ എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നെങ്കിൽ അത്രയും മാത്രം റിയലൈസ് സോൾ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എത്രമാത്രം റിയലൈസ് സോൾ ആണെന്ന് എനിക്കും അറിയില്ല. എന്നാലും നമുക്ക് ഒരു ഡിവോട്ടി നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു മെഡിറ്റേഷൻ കൊടുക്കുമ്പോൾ അറിയാം അയാൾക്ക് എന്തെങ്കിലും അയാളുടെ മനസ്സിലും ബോഡിയിലും സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അത് ഒരു സൈനാണ്, ഗുഡ് സൈൻ. അത് മീൻസ് നമുക്ക് ഇത് കൊടുക്കാനുള്ള ഒരു ശക്തിയോ കഴിവോ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈ വിശ്വാസം നമ്മുടെ വിശ്വാസമല്ല, ബാബാജിയുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞതാണ് നിങ്ങൾക്ക് ക്രിയ കൊടുക്കാനുള്ള അനുവാദമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ക്രിയ ഞങ്ങൾ കൊടുക്കുന്നത്. പിന്നെ ക്രിയ കൊടുക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കൊരു മോണിറ്ററി വാല്യൂ, അതുകൊണ്ട് പൈസ ഒന്നും ഞങ്ങൾ വാങ്ങിക്കാറില്ല. വാങ്ങിക്കാൻ പാടില്ല എന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 രൂപ വാങ്ങിക്കുക, ഒരു കോയിൻ, അതും ഗോൾഡ് കോയിൻ ആവരുത്, ഒരു സാധാരണ കോയിൻ വാങ്ങിക്കുക. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഉപകാരം ചെയ്യുമ്പോൾ, ഒരു കർമ്മം ചെയ്യുക. ഇനി ഒരു ജന്മം ഈ കർമ്മത്തിന് നിങ്ങൾക്ക് തിരിച്ച് വാങ്ങാൻ വേണ്ട. അതുകൊണ്ട് ഒരു കോയിൻ വാങ്ങിക്കുക. ആ കോയിൻ ഞങ്ങളവിടെ യൂസ് ചെയ്യാറില്ല. ഒന്നുകിൽ അവിടെ അഴിക്കുക, അല്ലെങ്കിൽ അമ്പലത്തിൽ കൊടുക്കുക, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കുക. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് പേര് ക്രിയ കൊടുക്കുന്നുണ്ട്, കാശുകൾ വാങ്ങിക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവരൊരു ഓർഗനൈസേഷൻ നടത്തുന്നതുകൊണ്ട് അവരുടെ ചിലവിന് വേണ്ടി ചിലപ്പോൾ അവർ ചിലപ്പോൾ സ്വീകരിക്കാമായിരിക്കും. പക്ഷേ അത് മിനിമലായിരിക്കണം. അല്ലാതെ ഞാൻ ഒരു $1000 തന്നു കഴിഞ്ഞാൽ ക്രിയായോഗ പഠിപ്പിച്ചിട്ട് എൻലൈറ്റ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ സ്ഥലത്ത് പോകരുത്. ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളെ പറ്റിക്കും എന്നുള്ളത് 100% ആണ്. ഞാൻ ക്രിയായോഗയെക്കുറിച്ച് അറിയുന്നത് പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഒരു യോഗിയുടെ ആത്മകഥ എന്ന് പറഞ്ഞ ആ ഒരു ഗ്രന്ഥം വായിച്ചപ്പോഴാണ്. അതെ. ശരിക്കും പറഞ്ഞാൽ ആ ഗ്രന്ഥം വായിച്ചപ്പോൾ എന്നെപ്പോലെ തന്നെ പലർക്കും തോന്നിയിട്ടുണ്ടാവാം നമ്മളൊരു ക്രിയായോഗ പ്രാക്ടീഷണർ ആവണം. എന്നാൽ ആ ഒരു ഇഷ്ടം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പലർക്കും ആ ഇൻഫ്ലുവൻസിൽ നിന്ന് ആയിരിക്കാം പലരും ചിലപ്പോൾ ക്രിയായോഗയിലേക്ക് പഠിച്ച് ആ യോഗ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നിയത്. ശരിക്കും ആ ഒരു ഇഷ്ടം മാത്രം മതി ഒരു ക്രിയായോഗ അല്ലെങ്കിൽ ക്രിയായോഗി ആവാൻ? ഈ പറഞ്ഞതുപോലെ 1990
ഞാൻ അമേരിക്കയിലായിരുന്നു. അന്ന് ഞാൻ ഒരു ടെസ്റ്റിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ആണ് ഈ ബുക്ക് എനിക്ക് കിട്ടിയത്, ഓട്ടോബയോഗ്രഫി ഓഫ് യോഗി. അന്ന് ഞാനൊരു 11-12 മണിക്കൂർ പഠിക്കുമായിരുന്നു മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ബുക്ക് കിട്ടിയത്. ആ ബുക്ക് പക്ഷേ ഞാൻ എൻ്റെ ഇടയിൽ വായിച്ചു തീർത്ത് ആ ബുക്ക് ഒരുപാട് വരെ ഇൻഫ്ലുവൻസ് ചെയ്ത് കാണും തീർച്ചയായിട്ടും. ആ ക്രിയ യോഗയെക്കാളും മഹാവതാർ ബാബാജിയാണ് ഞങ്ങളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത്. അപ്പോൾ അന്നോട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ ക്രിയായോഗ എങ്ങനെ പഠിക്കും. അത് പഠിക്കാൻ വേണ്ടി ഒരു കറസ്പോണ്ടൻസ് കോഴ്സ് ഉണ്ട് കാലിഫോർണിയയിൽ. അത് ഞാൻ എടുത്തു. പക്ഷേ കറസ്പോണ്ടൻസ് കോഴ്സ് കൊണ്ടൊന്നും എനിക്ക് കിട്ടത്തില്ല. അത് ആ ആഗ്രഹം മനസ്സിൽ കിടന്നു. വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ വന്നിട്ട് ഇവിടെ ക്രിയായോഗ കിട്ടാത്തതുകൊണ്ട് വേറൊരു യോഗ പഠിച്ചു. യോഗ പഠിച്ച് അത് എന്താണെന്ന് വേണമെങ്കിൽ പറയാം. ആർട്ട് ഓഫ് ലിവിങ് ആണ് പഠിച്ചത്. ആ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ അത് ഇനിഷ്യേഷനിൽ സംതിങ് ഹാപ്പൻ ടു മീ. എനിക്കെന്തോ സംഭവിച്ചു. എനിക്ക് മെഡിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ശരീരത്ത് ഒരു ഇലക്ട്രിക് കറണ്ട് 7 മിനിറ്റ് പാസ് ചെയ്താൽ എങ്ങനെ. അപ്പോൾ അതാണ് എനിക്ക് വന്നത്. എന്താണ് ഇതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ആ ചിന്തയാണ് എന്നെ വളരെ, ആ ക്യൂരിയോസിറ്റി എന്നെ കണ്ടെത്തിച്ചത് ക്രിയായോഗയിലാണ്. ക്രിയായോഗ പഠിക്കാനുള്ള ഗുരുക്കന്മാരെ കണ്ടു, ക്രിയായോഗ പഠിച്ചു, വർഷങ്ങളോളം അത് പ്രാക്ടീസ് ചെയ്തപ്പോൾ മനസ്സിലായി ഇത് സത്യമാണ്. ഈ നമ്മുടെ ശരീരമാണ് ഏറ്റവും വലിയ നമുക്കുള്ള എന്താണ് പറയുന്നത് സ്വത്ത്. ഈ സ്വത്തിലൂടെ നമുക്ക് എന്തും കിട്ടും. എസ്പെഷ്യലി നിങ്ങൾ നോക്കുന്ന, നിങ്ങൾ അന്വേഷിക്കുന്ന ആത്മാവ് അല്ലെങ്കിൽ ദൈവം പുറത്തല്ല, അകത്ത് തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഇത് മതി. എന്നാൽ ഇത് മാത്രം മതിയാണോ, ഇത് മാത്രമാണോ മാർഗം എന്ന് ചോദിച്ചാൽ അല്ല, പല മാർഗങ്ങളുണ്ട്. പക്ഷേ ഇതൊരു നല്ലൊരു മാർഗമാണെന്ന് ഞാൻ പറയും. പിന്നെ ക്വസ്റ്റ്യൻ, ജസ്റ്റ് ക്രിയായോഗ പഠിച്ചാൽ നല്ലതാണെന്ന് മാത്രം വിചാരിച്ചാൽ പോരാ. അതിനുള്ളൊരു പ്രിപ്പറേഷൻ വേണം. അതായത് നിങ്ങളൊരു പറഞ്ഞാൽ സാത്വികനായിരിക്കണം. നിങ്ങൾക്ക് ഡിസിപ്ലിൻ വേണം. ഡിസിപ്ലിൻ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് പഠിക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇതിനു വേണ്ടി ദിവസം 1 മണിക്കൂറെങ്കിലും ചിലവഴിക്കണം. അത് മുടക്കരുത്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മദ്യപാനം, പുകവലി, ഇങ്ങനെ വേണ്ടാത്ത കുറേ സ്വഭാവങ്ങളുണ്ടല്ലോ. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾ ഉപയോഗിക്കത്തില്ല. അപ്പോൾ ആഗ്രഹം മാത്രം പോരാ. ഇതിനുള്ള പറയുന്നൊരു നമ്മളെന്താ പറയുക, തേഴ്സ്റ്റ്, ഏണിങ്, ഒരു ഉള്ളിൽ നിന്നൊരു ഇത് വേണം. എനിക്ക് ഭഗവാനെ അല്ലെങ്കിൽ കാണണം, അറിയണം എന്നുള്ളൊരു മോഹം കൂടെ വേണം. ചുമ്മാ ക്രിയായോഗ ഇപ്പോൾ നമ്മൾ എല്ലാവരും ഒരു ഫാൻസിക്ക് വേണ്ടി പഠിക്കും. ഞാൻ ക്രിയായോഗ പഠിക്കുന്നുണ്ടല്ലോ, ഞാൻ ക്രിയായോഗ പഠിച്ചു, 10 വർഷം പഠിച്ചു, അല്ലെങ്കിൽ 1 മാസം പഠിച്ചു, അത് പോരാ. അവരെ മനസ്സിലാക്കാനുള്ളത് ക്രിയായോഗം കൊണ്ട് നാളെ നിങ്ങളുടെ കുണ്ടലിനി ഉണരുമെന്ന് വിചാരിച്ചാൽ തെറ്റി. നിങ്ങൾ പൂർവ്വജന്മങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇത് സാധന ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്നിരിക്കും. പക്ഷെ അല്ലെങ്കിൽ മാസങ്ങളോളോ വർഷങ്ങളോളോ, ഒരു പക്ഷേ ഈ ജന്മം തന്നെ ഈ നിങ്ങൾ വിചാരിക്കുന്ന ഗുണങ്ങളൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടരുത്. ഇത് ക്രിയായോഗം ചെയ്താൽ ചെയ്യുക, ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ പഠിക്കുക, ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ കർമ്മത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതിനുള്ള ഫലം തീർച്ചയായിട്ടും കിട്ടും. അത് എൻ്റെ മാത്രമല്ല, എൻ്റെ വൈഫിൻ്റെയും കൂടെ അനുഭവമാണ്. പിന്നെ ഞാൻ ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുണ്ട്, അവരുടെ അനുഭവമാണ്. അവരുടെ അനുഭവം ഞാൻ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നിങ്ങൾ അതീന്ദ്രിയം പറയണമെന്ന് പറയും. അതിനെപ്പറ്റി പിന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ വരും. ഇത് സത്യമാണെന്ന് ഞാൻ പറയാം. അതായത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് കാണാനോ കേൾക്കാനോ ഇല്ലാത്തൊരു ശക്തിയുണ്ട്. അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആ അനുഭവമാണ് ഈ ശക്തി. അത് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ പറയാം. ജി, ഇപ്പം അങ്ങ് അതീന്ദ്രിയം എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചപ്പം പെട്ടെന്ന് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തതാണ്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ, യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ അതീന്ദ്രിയം അല്ലാതെ വേറൊന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. തേർഡ് ഐ ഓപ്പണിങ്, കുണ്ടലിനി അവേക്കണിങ്, ഇത്ര ദിവസത്തിനകത്ത് തേർഡ് ഐ ഓപ്പൺ ചെയ്ത് എൻലൈറ്റ്മെൻറ്റ് കിട്ടും. ഇങ്ങനെ ഒട്ടേറെ അതീന്ദ്രിയ ടോപ്പിക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഫുള്ളും. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് രീതിയിലോട്ട് അത് പടർന്ന് പന്തലിച്ച് കഴിഞ്ഞിരിക്കുകയാണ്.
എല്ലാവരും അതിൽ ആകൃഷ്ടരായി എനിക്കിത് റിയലൈസേഷൻ കിട്ടും, അല്ലെങ്കിൽ തേർഡ് ഐ ഓപ്പണിംഗ് കിട്ടും, അല്ലെങ്കിൽ കുണ്ടലിനി അവേകനം കിട്ടി എനിക്ക് കുറേ പവേഴ്സ് കിട്ടും എന്നുള്ള രീതിയിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്, അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ സത്യം അല്ലെങ്കിൽ യഥാർത്ഥ ജ്ഞാനം എന്താണ് എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് സത്യമല്ലേ. അപ്പം എന്താണ് അതീന്ദ്രിയം? നമ്മുടെ സെൻസസിനപ്പുറമുള്ളതാണ് എക്സ്ട്രാ അതീന്ദ്രിയം. നമുക്ക് കാണാം, കേൾക്കാം, ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പം നമ്മുടെ നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന് എല്ലാത്തിനും ഒരു ഫ്രീക്വൻസി ഉണ്ട്. എനിക്ക് ചിലതേ കാണാൻ പറ്റുള്ളൂ, എനിക്ക് എല്ലാം കേൾക്കാൻ പറ്റത്തില്ല, അപ്പം എനിക്ക് എല്ലാത്തിനും ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ഈ ലിമിറ്റിനപ്പുറം നമുക്ക് പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ ഈ ബോഡിയുടെ പവേഴ്സ് ഇപ്പോൾ നമ്മൾ വളരെ ലിമിറ്റഡാണ്. നമുക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിട്ടുള്ള ഈ എനർജി സിസ്റ്റം, അതാണ് കുണ്ടലിനി ഞാൻ പറഞ്ഞത്. ഈ എനർജി സിസ്റ്റം നമ്മുടെ ബോഡിക്ക് വേണ്ട 1 to 2% എനർജി മാത്രമേ തരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലിമിറ്റഡായിട്ട് ഇത്രയും കാണാം, ഇത്രയും കേൾക്കാം, ഇതൊക്കെ ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ആകാശത്ത് പറക്കുന്ന ഒരു ഈഗിളിന്, അതായത് പരുന്തില്ലേ, അവൻ അവിടെ നിന്നുകൊണ്ട് എത്രയേ അടി മുകളിൽ നിന്നുകൊണ്ട് താഴെ ഒരു കൊച്ച്, അതായത് ഒരു പക്ഷി, ഏതാണ്ട് നമ്മുടെ കോഴിക്കുഞ്ഞിനെ കണ്ടാൽ അവൻ വന്നെടുക്കും. എങ്ങനെയാണ് അവന് പറ്റുന്നത്? അത് അവൻ്റെ അതീന്ദ്രിയമാണ്, ആ കിളിയുടെ. പോട്ടെ, അത് പോട്ടെ. നമ്മൾ ഈ പട്ടികളുണ്ടല്ലോ, പട്ടികൾ വീട്ടിലൊക്കെ വളർത്തും. അപ്പോൾ പട്ടി അതിൻ്റെ മാസിൻ്റെ കാറ് ഒരു 100-300 അടി ദൂരത്ത് വരുമ്പോൾ നമുക്ക് കുറയ്ക്കാൻ തുടങ്ങും. എന്നാൽ എൻജിനെല്ലാം ഒന്നുപോലെ ഇല്ലേ? ഈ പട്ടി എങ്ങനെയാണ് ഈ മാസ്റ്ററുടെ എൻജിൻ്റെ സൗണ്ട് മനസ്സിലാക്കി? അതും അതീന്ദ്രിയമാണ് പട്ടിയുടെ. പിന്നെ ഇപ്പോൾ നമുക്കൊരാളെ ഹീൽ ചെയ്യാം എന്ന് പറഞ്ഞോട്ടെ. ഉദാഹരണത്തിന് ഗുരുജി ഹീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഹീൽ ചെയ്യുന്നത്? സാധാരണ ഹീൽ ചെയ്യാൻ പറ്റുമോ? അതും നമ്മുടെ എനർജി സിസ്റ്റത്തിൻ്റെ ഒരു എക്സ്ട്രാ കപ്പാസിറ്റിയാണ്, അതും അതീന്ദ്രിയമാണ്. ഇതൊക്കെ സാധാരണ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ തേർഡ് ഐ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, വളരെ റെയറാണ്, തേർഡ് ഐ ഒന്നും അങ്ങനെ ഓപ്പൺ ചെയ്യത്തില്ല. തേർഡ് ഐ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് വളരെ വളരെ ദൂരെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റുമെന്നോ. നിങ്ങൾക്ക് ഒരു അമ്പലത്തിൽ പോയി, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വീട്ടിൽ പോയി നിന്ന് ആ ഭിത്തിയിലൊന്ന് ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവിടുത്തെ ആ ഹിസ്റ്ററി മുഴുവൻ അറിയാൻ പറ്റും. അതൊക്കെ നമ്മൾ അത്രയും ഡെവലപ്പ് ചെയ്യണം. പക്ഷേ നിങ്ങളുടെ ഉദ്ദേശം ഇതൊന്നുമല്ല. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന സിദ്ധികളാണ്. ഈ സിദ്ധികളുടെ പുറകെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ യാത്ര മുടങ്ങി. നിങ്ങൾ സിദ്ധികളുടെ പുറകെ പോകും. നിങ്ങളുടെ ഗോൾ എന്താണ്? ഞാൻ ആരാണ്? എന്നിലുള്ള ഈ ശക്തി എന്താണ്? ഈ ആത്മാവ് എന്താണ്? പരമാത്മാവ് എന്താണ്? ഇതറിയാനാണ്. അപ്പോൾ ഈ സിദ്ധികളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. പക്ഷേ അതല്ല നിങ്ങളുടെ ഗോൾ. അവിടെ അത് ചെയ്തു കഴിഞ്ഞാൽ അങ്ങ് എത്തത്തില്ല. നമ്മൾ ഈ അതീന്ദ്രിയത്തോടൊപ്പം ചേർത്ത് വായിക്കുന്ന ഒന്നാണ് കുണ്ടലിനി എന്ന് പറയുന്ന ഒരു ശബ്ദം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കുണ്ടലിനി അവേക്കനിങ്, കുണ്ടലിനി ഉണർന്നു കഴിഞ്ഞാൽ ലഭിക്കുന്ന ഓരോ സിദ്ധികൾ, എനർജി ഫ്ലോ, ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു സർപ്പത്തിൻ്റെ ആകൃതിയിലുള്ളിലിരിക്കുന്ന മൂലാധാരത്തിലിരിക്കുന്നതാണ്. അത് ആക്ടിവേറ്റ് ചെയ്ത് ഓരോ ചക്രങ്ങളായിട്ട് കയറി വരുന്ന ഒരു പ്രോസസ്സാണ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങൊരു ഡോക്ടർ കൂടിയാണ്. ശരിക്കും ആ ഡോക്ടർ ആയതുകൊണ്ട് ചോദിക്കുകയാണ്, അങ്ങ് കുണ്ടലിനിയെ കണ്ടിട്ടുണ്ടോ? കുണ്ടലിനിയെ കണ്ടിട്ടില്ല, കുണ്ടലിനിയെ കാണാനും പറ്റത്തില്ല. എന്നാൽ കുണ്ടലിനി സത്യമാണ്, അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഇത് നമ്മുടെ ബോഡിയിലുള്ള ഒരു സുപ്രീം എനർജിയാണ്. ആ എനർജി നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ സാധന ചെയ്യണം. സാധന ചെയ്ത് കഴിഞ്ഞാൽ നീ പറയുന്നത് പോലെ മൂലാധാരത്തിൽ 3.5 കോയിലിൽ കിടക്കുന്ന പാമ്പിനെ നിങ്ങൾക്ക് ഉണർത്താൻ പറ്റുമെന്നാണ് വൈപ്പ്. ഈ പാമ്പെന്ന് പറഞ്ഞാൽ സിഗ്നിഫൈ ചെയ്യുന്ന എനർജിയാണ്. എനർജി സിക്സാക് മൂവ്മെൻ്റ്, ആ എനർജി സിസ്റ്റമാണ്. ഇതിനെ പറയുന്നത് ഡോർമെൻ്റ് എനർജി എന്നാണ്. നിങ്ങളുടെ ശരീരത്തെ ഡോക്ടറായിട്ട് ഞാൻ ഡൈസെക്റ്റ് ചെയ്ത്, ഞാൻ അനാട്ടമി പഠിച്ചിട്ടുണ്ട്, ഫിസിയോളജി പഠിച്ചിട്ടുണ്ട്.
ഇതിലൊന്നും കുണ്ടലിനെ പറ്റി പറയത്തില്ല. അവർ പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഈ ഡോക്ടർക്ക് എന്തോ കുഴപ്പമുണ്ട്, അങ്ങനെ പറയുള്ളൂ. ബിക്കോസ് അത് കാണാൻ പറ്റത്തില്ല. നിങ്ങൾ MRI എടുത്താൽ കാണാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പോഴത്തെ ക്രില്ലിയൻ ഫോട്ടോഗ്രാഫി ഉണ്ടല്ലോ, അവരുടെ ഫോട്ടോഗ്രാഫ് മേ ബി യു ക്യാൻ സീ ദ ഓറ പോലത്തെ കാണാൻ പറ്റും, പക്ഷെ അല്ലാതെ നിങ്ങൾക്ക് കിട്ടത്തില്ല. പിന്നെ എങ്ങനെയാണിത് ഉണ്ടെന്ന് പറയുന്നത്? സാധന ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്തോ സംതിങ് ഹാപ്പനിങ് ടു നമ്മുടെ സ്പൈനിൽ. ഈ മൂലാധാര എന്ന് ഈ എനർജി നമ്മുടെ ഫിസിക്കൽ ബോഡിയിലല്ല. നമുക്ക് 7 ബോഡീസ് ഉണ്ടെന്നോ ഇപ്പാണ്, അതിൽ ഉള്ള ഒരു സട്ടിൽ ബോഡിയിലാണ് ഇതുള്ളത്. പക്ഷേ അത് നമ്മുടെ ഈ സ്പൈനുമായിട്ട് കറസ്പോണ്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ ലോവസ്റ്റ് പാർട്ട് ഓഫ് ദ സ്പൈനിലാണ് ഈ എനർജി ആദ്യം ഫ്ലോ ചെയ്യുന്നത്. ഈ കുണ്ടലിനി എനർജിയെപ്പറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് ഞാനിപ്പോൾ പറയാം. അത് എനർജിയുടെ ഒരു എക്സ്പ്രഷനാണ്. അതായത് നിങ്ങൾ വിവാഹം കഴിച്ചവരാവാം, അല്ലാത്തവരാവാം, നിങ്ങൾക്ക് ഓർഗാസം കിട്ടുന്നെങ്കിൽ ആ എനർജി എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എൻ ആക്ടിവേഷൻ ഓഫ് ദ മൂലാധാര. ടെമ്പററി ആയിട്ട് മൂലാധാരത്തിൽ ആക്ടിവേഷൻ സംഭവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ എനർജി ഫീൽ ചെയ്യുന്നത്. ആ കൊച്ചു സമയം, ഫ്യൂ സെക്കൻഡ്സ് കൊണ്ട് യു ഫീൽ ലൈക്ക് ഞാൻ സ്വർഗത്തിൽ പോയി എന്നൊരു തോന്നൽ വരും. പക്ഷെ അതോടുകൂടി ക്രാഷ് ചെയ്യും, അത് വേറെ കാര്യം. അപ്പോൾ ആ എനർജി ഈ നമ്മുടെ ബോഡി തന്നിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ദർ ഇസ് സംതിങ് മോർ ഇൻ മൈ ബോഡി ദാൻ ദിസ്. കൊച്ചു ഈ സമയത്തേക്കല്ല എന്തോ ഉണ്ടെന്ന് എന്നെ പറഞ്ഞു തരാണ്. പക്ഷെ നമ്മളാരും അതിൻ്റെ പുറകെ പോകത്തില്ല, നമ്മൾ ഇതിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കും, പോയി ജീവിതം മുഴുവൻ നശിക്കും. പക്ഷേ ഈ എനർജിയെ നിങ്ങൾ വളരെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിയായോഗയിലൂടെയോ മറ്റേ മാർഗത്തിലൂടെയോ ഈ എനർജിയെ സാവധാനം നോട്ട് ഫാസ്റ്റായിട്ട്, സാവധാനം നമ്മൾ ബ്രെത്ത് കൊണ്ട്, ശ്വാസം കൊണ്ട് ആ എനർജി സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യാം. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഭവിക്കാം ഈ ബോഡിയിൽ നടക്കുന്ന എല്ലാം മിസ്റ്ററിയാണെന്നും ഇതുപോലൊരു മിസ്റ്ററി ഇല്ലെന്നും നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. ഉദാഹരണത്തിന് നിങ്ങളുടെ ബോഡിയിൽ 110 ട്രില്യൺ സെൽസ് ഉണ്ടെന്ന് വയ്പ്പുണ്ട്. ഒരുപാടുണ്ടല്ലോ. അതുപോലെ തന്നെ ബാക്ടീരിയ ഉണ്ട് 110 ട്രില്യൺ. ഈ ബാക്ടീരിയയും രണ്ടും കൂടെ നമ്മുടെ ഈ ശരീരത്തിനകത്ത് എങ്ങനെ ജീവിക്കുന്നു? പിന്നെ ഓരോ സെല്ലെടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഇൻഡിപെൻഡൻ്റാണ്. അതിനകത്ത് എൻസൈംസ് എല്ലാം ഇൻഡിപെൻഡൻ്റ്. എങ്ങനെയാണ് ഇത്രയും സെൽസും ഈ ബാക്ടീരിയയും നമ്മുടെ ഈ ബോഡിയിൽ ജീവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഡോക്ടറും ചിന്തിക്കാറില്ല. അത് മാത്രമല്ല, അപ്പോൾ ഒരു മിനിറ്റിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് 30 to 40,000 സെൽസ് നശിക്കും ഒരു മിനിറ്റിൽ. ഒരു വർഷം കണക്കൂട്ടിയ ഒരു 9 പൗണ്ട് നമ്മുടെ സെൽസ് നശിച്ചു പോകുകയാണ്. അപ്പോൾ റിനിജർ ഇത്രയും നടക്കുന്ന ഈ മിസ്റ്ററി എങ്ങനെ നടക്കുന്നു? ഈ മിസ്റ്ററിയുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പേരാണ് കുണ്ടലിനി. ഈ ബയോ എനർജറ്റിക് സിസ്റ്റമാണ് കുണ്ടലിനി. അപ്പം അത് ചുമ്മാ ആർക്കെങ്കിലും കുണ്ടലിനി ഉണർത്തി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. നിങ്ങളാദ്യം നിങ്ങളുടെ ശരീരത്തെ പഠിക്കുക, നിങ്ങളുടെ ബോഡി പഠിക്കുക, ഈ സീക്രട്ട് പഠിക്കുക. ഇത്രയും സെല്ലിനെയും ഇതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ശക്തി ആരാണ് ഇതിനെ ഉള്ളിലുള്ളതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങളിനി ഒരു വേദങ്ങളും ശാസ്ത്രങ്ങളും ഒന്നും പഠിക്കുന്ന ആരാണ് ഇതിൻ്റെ ബാക്കിലുള്ളതെന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. അതാണ് നിങ്ങൾ പറയുന്ന ഈ ആത്മാവ്, ശക്തി, ദേവി, പരമാത്മ എന്ന് പറയുന്നത്. കുണ്ടലിനിയെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പം ശരിക്കും ഈ കുണ്ടലിനി ഉറങ്ങിക്കിടക്കുന്ന ഒന്നാണോ, അതോ അത് സദാ ഉണർന്നിരിക്കുന്ന ഒന്നാണോ? അതോ ഇനിയിപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഒന്നാണെങ്കിൽ അതിനെ ഉണർത്തേണ്ടത് എങ്ങനെയാണ്? ബാലു എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ കുണ്ടലിനി ഉണർന്നതാണോ എന്നാണല്ലോ. കുണ്ടലിനി ബാലുവിന് ഉണർന്നത് കൊണ്ടാണ് ബാലു എന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഞാൻ ആൻസർ പറഞ്ഞതും കുണ്ടലിനി ഉണർന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ ശക്തി നമ്മുടെ ഓരോ സെല്ലിലും ഉണ്ട്, ഓൾറെഡി ഉണ്ട്. നമ്മൾ ജനിച്ചോ കുണ്ടലിനി ഉണ്ട്, എല്ലാ സെല്ലിലും കുണ്ടലിനി ഉണ്ട്. പക്ഷേ അതിൻ്റെ പെർസെൻറ്റേജ് ഇപ്പോൾ നമ്മളൊരു 100% എനർജി എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് വെച്ചു, എൻ്റെ കയ്യിലൊരു ബാറ്ററി 100% ചാർജ് ആക്കാവുന്നുള്ള ബാറ്ററിയിൽ ഇതിനൊരു 2% ഉള്ളൂ. അപ്പോൾ ഈ 2% എനർജി കൊണ്ടാണ് ഞാൻ ജനിക്കുന്നു, ഞാൻ വളരുന്നു, ഞാൻ എല്ലാം ചെയ്യുന്നു, ഞാൻ മരിക്കുന്നു. എല്ലാം ഈ 2% എനർജി മതി. എന്നാൽ
നിങ്ങൾ ആലോചിച്ചു, ഈ എനർജി സിസ്റ്റത്തിന് നിങ്ങൾക്ക് 100% ആക്കാൻ പറ്റിയാലോ? 100% ഇപ്പം നമുക്ക് ആ എനർജിയെ ഗ്രാഡുവലി വികസിപ്പിക്കും. ആ എനർജി എന്ന് പറഞ്ഞാൽ വേറൊരു വാക്കും ഇതിനെ ഉപയോഗിക്കും, കോൺഷ്യസ്നെസ് എന്ന് നമ്മൾ ഉപയോഗിക്കും, ബോധമൊന്നും ചിലപ്പം ഉപയോഗിക്കും. ഈ എനർജിയെ ശക്തി എന്ന് ഉപയോഗിക്കാം, ദേവി എന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഈ എനർജിയെ നമ്മൾക്ക് ഇത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങളുടെ എനർജി 100% വരെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ആരാകും? മഹാഋഷിയാവും. അപ്പോൾ നിങ്ങൾ യു ആർ ഈക്വലൻ ടു പരബ്രഹ്മ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളില്ല. നിങ്ങളെന്ന് പറഞ്ഞാൽ ഈ ബോഡി ഇല്ല, ആ എനർജി മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ബോഡി മുഴുവൻ ഒരു 10,000 സൂര്യൻ നിറഞ്ഞു നിന്ന് അങ്ങനെ ഇരിക്കും. അതുപോലെയാണ് ഈ കുണ്ടലിനി എക്സ്പീരിയൻസിൻ്റെ സത്യം. പക്ഷേ അവിടെ എത്താൻ വലിയ പാടായിരിക്കും. പക്ഷേ നമ്മൾക്ക് കുറേശ്ശെ ആക്ടിവേറ്റ് ചെയ്യാം. നമ്മുടെ ഇത് ഓരോ ചക്രങ്ങളും ആക്ടിവേറ്റ്, നമ്മുടെ സ്വഭാവം മാറും. ഞാൻ ഇന്ന് ചെയ്യുന്ന പലതും തെറ്റാണെന്ന് തോന്നും. എനിക്ക് മറ്റുള്ളവരോട് സ്നേഹം തോന്നും, എനിക്ക് പ്രകൃതിയോട് സ്നേഹം തോന്നും, എനിക്കെല്ലാം കാണുന്നത്. പിന്നെ ഞാനും എൻ്റെ കുട്ടികൾ മാത്രമല്ല മറ്റുള്ളവരും എൻ്റെ കുട്ടികളാണെന്ന് തോന്നും. ഇങ്ങനെ ഒരുപാട് വികാരങ്ങൾ ഓരോ ചക്രം കഴിയും തോറും വരും. അപ്പോൾ ക്വസ്റ്റ്യൻ കുണ്ടലിനി ഓൾറെഡി ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ കൂടെ ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകാം എന്നാണ് എൻ്റെ ആൻസർ. എന്ന് ഈ കുണ്ടലിനി ശക്തിയെക്കുറിച്ച് പറഞ്ഞപ്പം ശക്തി എന്ന് പറയാം, ദേവി എന്ന് പറയാം, ബോധം എന്ന് പറയാം, ഇതെല്ലാം പറഞ്ഞല്ലോ. അങ്ങ് ദേവി എന്ന് ഉദ്ദേശിച്ചത് ഒരു ദേവതയെ സങ്കല്പിച്ച് പറഞ്ഞതാണോ? അത് എന്താണ് ആ ദേവി എന്ന് പറയുന്ന അങ്ങ് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഈ നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു വലിയൊരു എനർജി ഉണ്ടെന്ന് വെച്ചു, അത് പരമാത്മാവ് നമ്മളെന്ന് പറയും. പരമാത്മാവ് എല്ലാവരും കേട്ടിട്ടുള്ള വാക്കാണ്, പരമാത്മാവ്. അപ്പോൾ പരമാത്മാവ് മാത്രമേ ഉള്ളൂ? പരമാത്മാവ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ വായിച്ചിട്ടുള്ളത് എപ്പോഴും സ്റ്റില്ലാണ്, പ്യുവർ കോൺഷ്യസ്നെസ്സാണ്, സൈലൻ്റാണ്, ഒബ്സർവറാണ്. നമ്മുടെ ഉള്ളിലും ഉള്ളത് തന്നെയാണ്. നമ്മൾ എത്താൻ ശ്രമിക്കുന്ന ഒബ്സർവറാണ്. ഞാൻ ബോഡിയല്ല, മനസ്സല്ല, ഞാൻ വേറെ ഒന്നാണെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ കോൺഷ്യസ്നെസ്സിൽ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ചലിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ശബ്ദിക്കുന്നത്? ഈ പ്രകൃതി എങ്ങനെയാണ് നടക്കുന്നത്? സൂര്യൻ എങ്ങനെ ചുറ്റുന്നു? ചന്ദ്രൻ എങ്ങനെ? ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളെ വരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം അതും കോൺഷ്യസ്നെസ് തന്നെയല്ലേ? ആവാം, ഞാൻ അല്ലെന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ആ കോൺഷ്യസ്നെസ്സിൽ വേറൊരു സൈഡുണ്ട്. നമ്മുടെ ദ്വൈതം എന്നൊക്കെ പറയുന്ന ഒരു സൈഡ് പ്യുവർ കോൺഷ്യസ്നസ്, മറ്റേ സൈഡ് ശക്തി. അപ്പോൾ പരമാത്മാവ് തന്നെയാണ് ഈ ശക്തിയുടെ രൂപത്തിൽ എല്ലാത്തിനെയും ചലിപ്പിക്കുന്നത്. അപ്പോൾ പരമാത്മാവിൻ്റെ ഒരു സ്വരൂപം തന്നെയാണ് ദേവി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പറയാം പരമാത്മാവിൻ്റെ ശ്വാസമാണ് ശക്തി എന്ന് പറയാം. അത് ആലോചിച്ച് നോക്കും, ശക്തി ശ്വാസമില്ലാതെ ആരെങ്കിലും ജീവിക്കുമോ? അപ്പോൾ പരമാത്മാവും ശക്തിയും തമ്മിൽ വ്യത്യാസമില്ല. നമ്മളാണ് കിടന്ന് പഠിക്കുന്നത് ദേവി ഒന്ന്, ശിവൻ ഒന്ന്, രണ്ടും ഒന്ന് തന്നെ. ഒരേ എനർജി രണ്ട് ഫോമിൽ, ഒന്ന് സ്റ്റാറ്റിക് എനർജി, ഒന്ന് മൂവിങ് എനർജി, രണ്ടും ഒന്ന് തന്നെ. ഈ എനർജി നമ്മൾ പ്യുവറായിട്ട് സഹസാരയിലിരിക്കുമ്പോൾ ഒന്നുമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ശിവൻ, അത് തന്നെയാണ് ഞാൻ ബഹാവതാർ ബാബാജി എന്ന് പറയുന്നത്. നിങ്ങൾ അതേസമയം മൂലാധാരത്തിലേക്കും നിങ്ങൾ കിടന്ന് ഓടുന്നു, അതും ദേവിയുടെ ഒരു ചലനം തന്നെയാണ്. എല്ലാം ചലിക്കുന്നതെല്ലാം, ഈ ലോകത്ത് ചലിക്കുന്നതെല്ലാം ദേവിയുടെ എനർജി തന്നെയാണ്. അപ്പം അതിനെയാണ് ദേവി എന്ന് ഞാൻ പറയുന്നത്. അത് തന്നെയാണ് എൻ്റെ വിശ്വാസത്തിൽ സത്യം. ബിക്കോസ് ഞാൻ ഈ അനുഭവിക്കുന്ന കുണ്ടലിനിയോ എല്ലാം, ഞാൻ അനുഭവിക്കുന്ന ഈ ബ്ലിസ്സും ആ ദേവിയുടെ സ്വരൂപമില്ലെങ്കിൽ ഇല്ല. ഞാൻ വെറുതെ ഇരിക്കും, എനിക്ക് പിന്നെ ഒന്നുമില്ല, ഞാൻ ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല. ഇപ്പം ഇവിടെ സംസാരിക്കുന്ന ആ ദേവിയുടെ എനർജി കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ദേവി, കുണ്ടലിനി, പരമാത്മാവും എല്ലാം ഒന്ന് തന്നെയാണ്. ഈ നമ്മൾ അങ്ങയുടെ വീട്ടിൽ ഇപ്പം വന്നപ്പോൾ അങ്ങ് പൂജാമുറിയിലേക്ക് നമ്മളെ കൊണ്ടുപോയി ഒരു ചിത്രം കാണിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. ആ ചിത്രം പുതിയതായിട്ട് വന്ന ഒരു ചിത്രമാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ അത് കണ്ടില്ല. മാതംഗി ദേവിയുടെ ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത്. അത് ഒരു ആർട്ടിസ്റ്റ് വരച്ചതാണെന്ന് അങ്ങ് പറയുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ചിത്രം
വരയ്ക്കാൻ ഉണ്ടായ ഒരു പ്രചോദനം, ഒരു കാരണം എന്താണ്? അത് കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ധ്യാനത്തിൽ ഒന്നും കാണാറില്ല. ധ്യാനം എന്ന് വെച്ചാൽ കാണുക അല്ലല്ലോ, നമ്മൾ ഇരിക്കുക, സൈലൻ്റായിട്ടിരിക്കുക, എനർജിയിലിരിക്കുക എന്നാണ്. പക്ഷേ ഞാൻ കാണുന്ന ഒരു ദേവി എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ഉള്ളതല്ല, സംതിങ് ഈ ഒരു പച്ച കളറും എന്നെ ഏറ്റവും കൂടുതൽ കാണിച്ച ഒരു നീല ലോക്കറ്റാണ്. ആ ഈ ഈ ഇത് കുറേ കാലം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ഗുരുവിനെയും വിളിച്ച് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇത് രാജമാതങ്കിയാണ്. അപ്പോൾ ഞങ്ങളുടെ മെഡിറ്റേഷന് വേണ്ടി വളരെയധികം ഈ മാതങ്കി എന്തോ വിധത്തിൽ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ആ മാതങ്കി ഞങ്ങളുടെ മനസ്സിലുള്ള രൂപത്തിൽ ഒരു ആർട്ടിസ്റ്റിനോട് പറഞ്ഞു. അങ്ങനെ ആർട്ടിസ്റ്റിൻ്റെയും കൂടെ ബിരുദോടുകൂടി ഇത് വരച്ച് ഒരു പിക്ചറായിട്ട് വരച്ചെങ്കിൽ ഇപ്പോൾ അത് പിക്ചറല്ല, അത് സാക്ഷാൽ മാതങ്കി ദേവിയാണ് എന്ന് ഞങ്ങൾ 100% വിശ്വസിക്കും. നേരത്തെ ഒരു എല്ലാവർക്കും ക്രിയായോഗ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. കുറച്ച് ക്വാളിറ്റീസ് നമ്മൾ കീപ്പ് ചെയ്താൽ മാത്രമേ ക്രിയായോഗ സ്വീകരിക്കാനുള്ള യോഗ്യത നമ്മളിൽ വരുള്ളൂ. അതുപോലെ ആർക്കാണ് ക്രിയായോഗ ദീക്ഷ നൽകാൻ യോഗ്യതയുള്ളത്? അതായത് ഈ ക്രിയായോഗ സ്ഥിരം പ്രാക്ടീസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ എനർജി സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് അറ്റ്ലീസ്റ്റ് കുണ്ടലിനി എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ ക്രിയ കൊടുക്കാനുള്ള അവകാശമുള്ളൂ. അല്ലെങ്കിൽ കൊടുത്തിട്ട് യാതൊരു ഫലവുമില്ല. അതായത് നിങ്ങൾ ഇത് എൻ്റെ അനുഭവത്തിൽ ക്രിയ ബ്രീത്തിങ് എക്സസൈസ് അല്ല. ദിസ് ഈസ് ഇനിഷ്യലി ഇറ്റ് ഈസ് എൻ എനർജി ട്രാൻസ്മിഷൻ. അതായത് ഒരു ഗുരു എന്ന് പറഞ്ഞാൽ ഈ ക്വാളിറ്റി ഉള്ള ഗുരു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ചെറിയ ബ്രീത്തിങ് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം ചിലപ്പോൾ ഒരു ചെറിയ മെഡിറ്റേഷനോ അല്ലെങ്കിൽ ദേഹത്തൊന്ന് ടച്ച് ചെയ്യുകയോ വല്ലതും ചെയ്യും. അവിടെ പുള്ളിക്ക് ഒരു പാസീവായിട്ട് ഒരു എനർജി ഫീൽ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ലൈറ്റ് ഉണ്ടെന്നും ആ ലൈറ്റ് അദ്ദേഹം അല്ലെങ്കിൽ ആരാ സ്ത്രീയാവാം അവർക്ക് ആ ലൈറ്റിനെ കത്തിച്ചേരുക. നിങ്ങളുടെ ഉള്ളിലുള്ള ആ എനർജി സിസ്റ്റം കത്തിച്ച് തരുന്നതാണ് ഗുരുവിൻ്റെ ജോലി. അത് അത്രയും എനർജി പ്രാക്ടീസ് ചെയ്ത് ഉള്ള ഒരാൾക്ക് മാത്രമേ ശരിക്കും ക്രിയ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരുപാട് പേർ ക്രിയ കൊടുക്കുന്നുണ്ടായിരിക്കും, അതിനെപ്പറ്റി നമുക്കറിയില്ല. അത് ബിസിനസ്സായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ക്രിയ കിട്ടിക്കഴിഞ്ഞ ആളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ നമുക്ക് കിട്ടിയ ആ ലൈറ്റ് അതിനെ ഒരിക്കലും കെടാതെ സൂക്ഷിക്കണം. അതിനാണ് ഈ സാധന ചെയ്യാൻ പറയുന്നത്. സാധന ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ കിട്ടിയ ഒരു ലൈറ്റ് നിങ്ങളുടെ ശരീരം മുഴുവൻ നിറഞ്ഞ് നിങ്ങളുടെ കോടാനുകോടി സെല്ലിലും ഇത് ലൈറ്റായിട്ട് വരും. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്താണ് ക്രിയായോഗ. ഞാൻ ഒന്നുമല്ല, ഞാൻ സീറോ ആണ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യുന്നുമില്ല എന്നപ്പോഴും മനസ്സിലാകും. അപ്പോഴാണ് ആ റിയലൈസേഷൻ വരുന്നത്, ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഇതെല്ലാം ചെയ്യുന്നത് സംബഡി എൽസ്. അതാണ് ആ മനസ്സിലാക്കിയ ഒരു ഗുരുവിൻ്റെ നിന്ന് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഒരു മനസ്സിലാക്കി എന്നാൽ നമുക്ക് അതിൻ്റെ ക്വാളിറ്റീസ് നമുക്ക് കിട്ടും. നമ്മൾ പല മാർഗങ്ങളുണ്ടെന്ന് പറഞ്ഞ് സത്യത്തെ അറിയാൻ ഒരുപാട് ദീക്ഷാ സമ്പ്രദായങ്ങൾ നമ്മുടെ ഗുരുക്കന്മാർ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ക്രിയായോഗ ദീക്ഷയും ആ സത്യത്തെ അറിയാൻ വേണ്ടിയിട്ടുള്ള പരമസത്യത്തെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയുടെ ഒരു മാർഗമാണ്. എന്താണ് ആ പരമമായ സത്യം? നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഈ ഭൂമിയെ പറ്റി നമുക്ക് ചിന്തിക്കാം. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഭൂമിയുടെ പടം കണ്ടിട്ടുണ്ട്. ഭൂമിയുണ്ട്, അതിനകത്ത് എന്തെല്ലാം ഉണ്ട്? മലകളുണ്ട്, റിവറുണ്ട്, കടലുണ്ട്, എല്ലാം ഉണ്ട്. 8 കോടി അല്ല 8 ബില്യൺ ആൾക്കാരുണ്ട്, ബില്യൺസ് ഓഫ് ഇൻസെക്റ്റ് പ്രാണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഭൂമി മാത്രം. അത് കഴിഞ്ഞാൽ സൂര്യൻ, ചന്ദ്രൻ, ഗ്രഹങ്ങൾ. അപ്പോൾ ഒരു ഗാലക്സി വരുന്നു, ഗാലക്സി. അപ്പോൾ ഇത്രയും ഒരു ഗാലക്സി. അത് പിന്നെ ഇതുപോലത്തെ എത്രമാത്രം ഗാലക്സീസ് പറയുന്നതനുസരിച്ച് ദർ ആർ ബില്യൺസ് ഓഫ് ഗാലക്സീസ്. ഈ ബില്യൺസ് ഓഫ് ഗാലക്സീസിലും ഇപ്പം നമ്മൾ ആദ്യം തുടങ്ങിയ നമ്മളിതാണ് ഈ ഭൂമി. ഈ ബില്യൺസ് ഓഫ് ഗാലക്സി എത്രമാത്രം വലുതാണ്?
ഈ ബില്യൺസ് ഓഫ് ഗാലക്സീസ് നിൽക്കുന്നത് ഈ കോസ്മിക് ഊമ്പിലാണ്. കോസ്മിക് ഊമ്പ് എന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കുക, അമ്മയുടെ ഗർഭപാത്രം പോലെയുള്ളതാണ് കോസ്മിക് ഊമ്പ്. ഈ അമ്മയുടെ ഗർഭപാത്രത്തിലാണ് ഇത്രയും മാത്രം കോസ്മോസും നിലനിൽക്കുന്നത്. ഈ കോസ്മോസ് അതിനപ്പുറം ഈ ഇതിനകത്തല്ലാതെ ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ അപ്പുറത്തൊരു എനർജി സിസ്റ്റം ഉണ്ട്, ഒരു ലെയർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളുടെ ഗോള് ഈ ലെയറും കഴിഞ്ഞ് എൻ്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈ കോസ്മോസുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പം ഈ കോസ്മോസ് എന്താണെന്നും ഈ കോസ്മോസ് ഇതിൻ്റെ എനർജി സിസ്റ്റം എവിടെയാണെന്നും മനസ്സിലാക്കുന്നതാണ് അൾട്ടിമേറ്റ്. നമ്മൾ ഒന്നുമല്ല, നമ്മൾ സീറോ ആണ് ഇവിടെ. ഈ പറയുന്നത് ഞാൻ ആരുമല്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ വിചാരിക്കുന്നു ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചു, അമ്മയുടെ പാമ്പിളക്കൽ കോടി കൂടെ എനിക്ക് ഫുഡ് കിട്ടി, അമ്മയുടെ അവിടെ ഒന്നുമല്ല. അതും ഈ എനർജി സിസ്റ്റത്തിന് നിങ്ങൾക്ക് പരമാത്മാവെന്ന് പേര് പറയാം. ഈ എനർജി സിസ്റ്റം ആ പരമാത്മാവിൻ്റെ ശക്തിയില്ലാതെ നിങ്ങളൊരു അമ്മയുടെ വയറ്റിൽ പോലും ജീവിക്കുന്നു. അപ്പം ഈ പരമാത്മാവായി ഈ പരമമായ സത്യം മനസ്സിലാക്കാൻ പറ്റിയാൽ അത് കൂടുതൽ വേറൊന്നുമില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ആരുമല്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ പരമമായ ഈ കോസ്മിക് ഊമ്പിനകത്ത് ഒരു പക്ഷേ ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം ഭൂമി അങ്ങ് എക്സ്പ്ലോഡ് ചെയ്തു. ഈ കോസ്മിക് ഊമ്പിനൊന്നുമില്ല. എവിടെ ഇത് ഇറ്റ് ഈസ് ഹാപ്പനിങ് വിത്തിൻ ദ കോസ്മിക് ഊം. അപ്പം ഇവിടെ അതുപോലെ തന്നെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഭഗവാൻ നോക്കുക, ഇത്രയും ആൾക്കാരുണ്ട്, ജനിക്കുന്നു മരിക്കുന്നു. ഭഗവാൻ ഇസ് ജസ്റ്റ് എൻ ഒബ്സർവർ. ഭഗവാൻ വിറ്റ്നസ് ചെയ്യാവുന്നത്. അപ്പം അതുപോലെ നമ്മൾ വിറ്റ്നസ് ആവാൻ ശ്രമിക്കണം. അതാണ് ധ്യാനം. അതേത് മാർഗമാകട്ടെ, ജ്ഞാനമാർഗമായിട്ട് നിങ്ങൾ പഠിക്കുന്ന ജ്ഞാനമാർഗത്തിൽ കൂടി അങ്ങനെ തന്നെ ചെയ്യാം. ഞാനതല്ല, ഇതല്ല, ഞാൻ ശരീരമല്ല, മനസ്സല്ല, ഞാൻ ഇതാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാം ഈ പരമമായ സത്യത്തിന് വേണ്ടിയാണ് എല്ലാവരും പോകുന്നത്. നിങ്ങളെല്ലാവരും അവിടെ എത്തുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ ഒരു യോഗ്യതയുള്ള ഒരു ഗുരുവിൽ നിന്നും ക്രിയായോഗ ദീക്ഷ സ്വീകരിച്ച ഒരു ശിഷ്യൻ, അവൻ സ്ഥിരമായിട്ട് ക്രിയായോഗ പ്രാക്ടീസ് ചെയ്യുകയാണ്. വർഷങ്ങളോളം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിലൊരു ക്രിയായോഗിക്ക് ഉണ്ടാവുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ക്രിയായോഗിക്കുണ്ടാകുന്ന തടസ്സങ്ങളെന്ന് പറഞ്ഞാൽ, ഇപ്പം ഉദാഹരണത്തിന് ഞങ്ങൾ രണ്ടുപേരും ഈ ക്രിയ തുടങ്ങിയിട്ട് വർഷങ്ങളായി, ഞങ്ങൾക്കൊരു തടസ്സവും വന്നിട്ടില്ല. അത് ഒരു പക്ഷേ മുൻജന്മ ഗുണമായി എന്തെങ്കിലും ഉള്ള ഭാഗ്യമായിരിക്കും. തടസ്സം എന്ന് പറഞ്ഞാൽ ഒന്ന് കമ്മിറ്റ്മെൻറ്റ് വലിയൊരു പ്രോബ്ലമാണ്. നിങ്ങൾക്ക് എന്നും എല്ലാ ദിവസവും ഒരു 30 minutes to 1 hour സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു കമ്മിറ്റ്മെൻറ്റാണ്. അത് ഞാനിവിടെ പലരും പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ പറയും, ചുമ്മാ പറയും 41 ദിവസം സ്ഥിരമായിട്ട് ചെയ്യാതെ. അപ്പോൾ ഈ 41 ദിവസം എന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ 41 ദിവസം നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കുകയാണ് അവിടെ. അപ്പോൾ ഈ കമ്മിറ്റ്മെൻറ്റ് ടൈം മാനേജ്മെൻറ്റ് വലിയൊരു പ്രോബ്ലമാണ്. ആർക്കും സമയം, നമ്മുടെ ഈ ലോകത്ത് ആർക്കും സമയമില്ല. എന്നാൽ അവർ 5 മണിക്കൂർ TV കാണും, കമ്പ്യൂട്ടർ, നമ്മുടെ സെൽഫോൺ ഉപയോഗിക്കും. പക്ഷേ ഇതാണ് ഏറ്റവും വലിയൊരു പിന്നെ രണ്ടാമത് വരുന്നത്, ചിലപ്പോൾ നിങ്ങൾ ഈ ബ്രത്താണല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ക്രിയായോഗയിൽ സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബ്രത്ത് മൂലാധാരയിൽ നിന്ന് ശ്വാസം എടുത്ത് സാവധാനം ഓരോ സ്പൈൻ സെൻറ്റേഴ്സിൽ കൂടെ നമ്മുടെ തേർഡ് ഐ വരെ കൊണ്ടുപോകുക. പറയുന്ന ഒരു 11 സെക്കൻഡിൽ പതുക്കെ സാവധാനം എടുത്തിട്ട് 2 സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ വീണ്ടും താഴെ സ്ലോലി കൊണ്ടുവരാനാണ് പറയുന്നത്. അതും വളരെ വളരെ ഭക്തിപൂർവ്വം കൂടെ ചെയ്യണം. നമ്മളൊരു മെക്കാനിക്കലാക്കി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മെക്കാനിക്കലേ ആവുന്നുള്ളൂ. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. നിങ്ങളെടുക്കുന്ന ഓരോ ശ്വാസവും ദേവിയാണെന്ന് വിചാരിക്കുക, സങ്കല്പിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭക്തിയോടുകൂടി എനിക്ക് തരുന്ന ഈ ശ്വാസം ദേവി എന്ന് മൂലാധാരത്തിൽ നിന്ന് തരാണെന്ന് വെച്ചോളൂ. ആ ശ്വാസം പതുക്കെ ഞാൻ മുകളിൽ കൊണ്ടുപോയി എൻ്റെ ഗുരുവിൻ്റെയോ അല്ലെങ്കിൽ ശിവൻ്റെയോ നിങ്ങളുടെ ഗുരുവിൻ്റെയോ അല്ലെ വിഷ്ണു ആരോ ആയിക്കോട്ടെ പാദത്തിൽ സമർപ്പിക്കുകയായിട്ട് സങ്കല്പിക്കണം. എന്നിട്ട് അതേ 2 മിനിറ്റ് അത് തന്നെ അവിടെ നിന്നുള്ള എനർജി വീണ്ടും താഴെ കൊണ്ടുവരണം. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റില്ല.
പക്ഷെ നമ്മുടെ ആൾക്കാർ പലരും ശ്വാസം വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനെയൊക്കെ അങ്ങ് എടുത്ത് ശ്വാസം എടുക്കും. ഇങ്ങനെ എടുക്കുമ്പം ഈ എനർജി സിസ്റ്റത്തിന് ഇട, പിങ്കള, സുഷുമ്ന മൂന്നുണ്ടല്ലോ. ഈ എനർജി സിസ്റ്റം ക്യാൻ മൂവ് ടു ഐദർ സിമ്പതറ്റിക്, ഈക്വൽ ടു സിമ്പതറ്റിക്, പാരാസിമ്പം. ഇത് ഇടയെ പിങ്കളിൽ മാത്രം ചിലപ്പോൾ പോയി കളയും. അങ്ങനെ പോകുമ്പോൾ പല സൈഡ് എഫക്റ്റ് വരും. ഉദാഹരണത്തിന് ഇഫ് നമ്മുടെ സിമ്പത്തറ്റിക് സൈഡിൽ കൂടെ കയറി പോവുകയാണെങ്കിൽ എന്നാൽ നിങ്ങൾ ഭയങ്കര ആക്റ്റീവായി, എപ്പോഴും ആക്റ്റീവ് ആവാം. നിങ്ങൾക്ക് ആങ്സൈറ്റി വരാം, ഡിപ്രഷൻ വരാം, ഇങ്ങനെ പലതും അങ്ങനെ വരാറുണ്ട്. വളരെ റെയറാണ്. പിന്നെ മറ്റേ പാരാസിമ്പതിക് നിങ്ങൾ എപ്പോഴും ഡള്ളായിരിക്കും. അപ്പം നിങ്ങളുടെ ഈ സിസ്റ്റം അനുസരിച്ച് മാറ്റും. അപ്പോൾ ഇതാണൊരു, നിങ്ങൾക്കൊരു ഗുരു ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം. അല്ലെങ്കിൽ പറയാം എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം എന്താണ്, അപ്പോൾ ഗുരു പറഞ്ഞു തരും. നീ ചെയ്യുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കാം ഇത്. പിന്നെ ഇതിന് ഭക്ഷണക്രമമൊന്നും പ്രത്യേകിച്ച് ക്രിയായോഗയിൽ പറഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ ഭക്ഷണമൊക്കെ ഇതിനെ ബാധിക്കാം, മനസ്സിലായി. ഇപ്പോൾ അല്ലാതെ സാധാരണഗതിയിൽ ഞാൻ കണ്ടിടത്തോളം വലിയ ഇത് പലരും എക്സാജറേറ്റ് പറയും, ക്രിയായോഗ പഠിച്ചു കഴിഞ്ഞാൽ ഭ്രാന്തായി പോകും. അങ്ങനെ ഒന്നുമില്ല. ക്രിയായോഗ വളരെ സിമ്പിളാണ്, വളരെ എഫക്റ്റീവാണ്. ഇപ്പം അങ്ങ് പറഞ്ഞ ഈ തടസ്സങ്ങളെ ഒരു ക്രിയായോഗ പ്രാക്ടീഷണർ ഏത് മനോഭാവത്തിലാണ് ഇതിനെ അതിജീവിക്കേണ്ടത്? അതായത് ഒരിക്കലും ഒരു വലിയ എക്സ്പെക്റ്റേഷൻസ് പാടില്ല. ഞാനിത് ചെയ്തു എനിക്കിത് കിട്ടുമെന്നൊന്നും പറയില്ല. ഞാൻ ആഹാരം കഴിക്കുന്ന പോലെ, ഞാൻ എന്നും ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്യുക. എൻ്റെ കർമ്മത്തിനനുസരിച്ച് ഇതിൻ്റെ ഫലം വരും എന്നുള്ള ആ ആറ്റിറ്റ്യൂഡ് വേണം. ഏത് ധ്യാനം അങ്ങനെയാണല്ലോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം. നമ്മളിപ്പോൾ ഞാനിപ്പം 1,00,000 രൂപ കൊടുത്ത് ക്രിയായോഗ പഠിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദോഷം വരത്തില്ലേ? അങ്ങനെയൊന്നുമില്ല. ഞാൻ ചെയ്യുന്നു, ഈ എനർജിയിലോ അല്ലെങ്കിൽ എൻ്റെ ഗുരുവിലോ വിശ്വസിച്ച് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗുണം കിട്ടും. റിസൾട്ട് ഓറിയൻറ്റഡ് ആയി റിസൾട്ട് ഓറിയൻറ്റഡ് ആയി ചെയ്യണ്ട. റിസൾട്ട് കിട്ടാനുള്ളത് എപ്പോഴാണോ കിട്ടുന്നത് നമുക്ക് പറയാൻ ഒക്കത്തില്ല. ശരിക്കും ഇതൊരു ജീവിതചര്യയായിട്ട് കൊണ്ടുപോകാം. അതെ. ഈ ക്രിയായോഗ യഥാർത്ഥത്തിൽ ഒരു ജീവിതചര്യയായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ട ഒന്നാണല്ലോ. അപ്പം നമ്മുടെ ഈ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും ബേസിക്കായിട്ട് ഒരു മനുഷ്യന് ഭയവും ആശങ്കയുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതിലാണ് അവൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഈ ക്രിയായോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഭയത്തെയും ആശങ്കയും അതിജീവിക്കാൻ സാധിക്കുന്ന അങ്ങേക്ക് ഉറപ്പുണ്ടോ? എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടിനെ അതിജീവിക്കാൻ പറ്റും. ഒന്ന്, നിങ്ങൾ ഈ ക്രിയ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ സിസ്റ്റത്തെ ബാലൻസ് ചെയ്യുകയാണ്. ഇടയെയും പിങ്കളെയും ബാലൻസ് ചെയ്യുകയാണ്. ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സിമ്പത്തറ്റിക് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും നോർമലാകും. നമ്മൾ സിമ്പത്തറ്റിക് സിസ്റ്റം ഓവർ ആക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആങ്സൈറ്റി അതുമൊക്കെ വരുന്നത്. മറ്റത് വരുമ്പം ഡിപ്രഷൻ വരുന്നത്. അപ്പോൾ ഇത് ശരിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് രണ്ടിൽ നിന്നും മാറാം. നിങ്ങൾക്ക് ഇത് ഒന്നും ആങ്സൈറ്റി വരത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആങ്സൈറ്റിക്ക് നോർമൽ പാർട്ട് ഓഫ് ലൈഫാണ്. പക്ഷേ എക്സസീവ് ആയിട്ട് ഒന്നും വരത്തില്ല. നിങ്ങൾക്ക് ഇവിടെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സംഭവിക്കുന്നതൊക്കെ എൻ്റെ ശരീരത്തിനും മനസ്സിലുമാണെന്ന് മനസ്സിലാവും. എനിക്കിതൊന്നും വരുന്നില്ല എന്ന് ഒരു ബോധമെങ്കിലും കുറേ കാലം കഴിയുമ്പോൾ അറിയും. അപ്പോൾ എന്നെ അല്ല ബാധിക്കുന്നത്, എൻ്റെ മനസ്സിനെയും എൻ്റെ ശരീരത്തെയാണ് ബാധിക്കുന്ന അറിവ് വരുന്നത് തന്നെ അങ്ങനെയാണിത് മാറുന്നത്. അല്ലാതെ പെട്ടെന്നൊന്നും മാറുമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് അറിവ് വരണം. നമ്മൾ ഈ ക്രിയ ചെയ്ത് കുറേ കഴിഞ്ഞ് ധ്യാനിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഞാൻ എന്ന് പറയുന്നത് ഇത് രണ്ടും അല്ലാന്ന് മനസ്സിലാവും. അങ്ങനെ വരുമ്പം ആങ്സൈറ്റി വരത്തില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ ലൈഫ് അങ്ങനെയാണല്ലോ. ആങ്സൈറ്റിയും ഇതൊക്കെ വരുമ്പം നമുക്ക് കുറച്ചൊന്ന് അതിൽ നിന്ന് മാറാൻ ഇത് വളരെ സഹായിക്കും. ബേസിക്കലി ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഒക്കെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മൈൻഡിൽ നിലനിൽക്കും. അതെ. ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ മൈൻഡിനെ റെഡിയാക്കുക അല്ലെങ്കിൽ കാമാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ. ഇപ്പം ഓരോ കാലഘട്ടം കഴിയും തോറും നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ പണ്ട് വിശ്വസിച്ചിരുന്ന പലതും ഔട്ട്ഡേറ്റഡ് ആവുന്നുണ്ട്.
കുറേ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ആവുന്നുമുണ്ട്. ഉം. അപ്പം പുതിയ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷനാണ്. ഇപ്പം ഈ ഒരു ക്രിയായോഗ ഇപ്പോഴത്തെ ജനറേഷനും യൂസ്ഫുൾ ആകുന്നതാണ്. കറക്റ്റ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാം. നമ്മൾ കറക്റ്റ്ലി യൂസ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷൻസ് ആർ നമ്മൾ ടെക്നോളജി ഓറിയൻറ്റഡ് ആണ്. ടെക്നോളജി അവർക്ക് എപ്പോഴും എന്ത് അറിവും അവരുടെ ഫിംഗർ ടിപ്പിലാണ്. പിന്നെ അവർക്ക് നമ്മുടെ യോഗയെ പറ്റിയോ അല്ലെങ്കിൽ ഈ ദൈവമോ അങ്ങനെ ഒന്നും അവർക്ക് വിശ്വാസമില്ല, അറിയത്തില്ല. ഇപ്പോൾ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ പോലും അവർ പോകത്തില്ല. എന്തിനാണ് പോകുന്നതെന്ന് നോക്കും, അവിടെ എന്തോ ഇരിക്കുന്നു, ഒരു കല്ലല്ലേ ഇരിക്കുന്നത്. അല്ലെങ്കിൽ യോഗ പഠിക്കണമെങ്കിൽ അവർ പറയുമെങ്കിൽ യോഗ ഫിസിക്കൽ എക്സസൈസ് അവർ ചെയ്യും. എൻ്റെ ശരീരം സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവർ നല്ല ഭയങ്കര എക്സസൈസൊക്കെ ചെയ്യും. പക്ഷെ അതിനപ്പുറമൊന്നും അവർ പോകുന്നില്ല. പിന്നെ അവരെപ്പോഴും ഈ ഗാഡ്ജറ്റ്സിലാണല്ലോ, നമ്മുടെ കമ്പ്യൂട്ടറും ഫോണും. വളരെ ചീത്തയാണ് ഇതൊക്കെ. പക്ഷേ ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ ക്രിയായോഗയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഒന്ന് ഒരു ദിവസം ഒരു 10-15 മിനിറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവരുടെ നെർവസ് സിസ്റ്റത്തിനും ബാലൻസ് ചെയ്യാം. അത് ഈ സിസ്റ്റമിൽ ഞാൻ ചില ഗുരുക്കന്മാരുടെ ഒരുപാട് യങ്സ്റ്റേഴ്സ് പോകുന്നത് കണ്ടിട്ടുണ്ട്. അവർക്ക് ഇതൊരു ഹെൽപ്പായിട്ട് മാറുന്നുണ്ട്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് വളരെ ഈസോട്രിക്കായിട്ട് അല്ലാതെ ക്രിയായോഗ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇൻട്രസ്റ്റ് വേണം. എനിക്കിത് ചെയ്താൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്ത് അവർക്ക് ഒരുപാടൊന്നും പറഞ്ഞു കൊടുക്കരുത്. ഒരു സിമ്പിളായിട്ടൊരു ബ്രീത്തിങ് ടെക്നിക്ക്, ഒരു 1-2 ബ്രീത്തിങ് ടെക്നിക്ക് മാത്രം 10 മിനിറ്റ് ഡെയിലി ചെയ്യാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കോളേജ് എഡ്യൂക്കേഷനോ എല്ലാം വളരെ ഭംഗിയായിട്ട് പോകും. അവരുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യും. അത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരും ഇപ്പം മെഡിറ്റേഷൻ പറയുന്നുണ്ട് ഈ ടി വിയിലൊക്കെ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ നല്ലതാണെന്നൊക്കെ പറയും. പക്ഷേ മെഡിറ്റേഷൻ പറയുന്ന എല്ലാം കമേഴ്ഷ്യലാണ്, ശരിക്ക് ആരും പറയുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ തന്നെ തുടങ്ങണം. നമ്മുടെ കുട്ടികളിൽ തന്നെ കുട്ടികൾക്ക് എങ്ങനെയാണ് ദിവസം ഒരു 10 മിനിറ്റ് അമ്പലത്തിൽ പോകുന്നതിന് പകരം പറയുക 10 മിനിറ്റ് ധ്യാനിക്കുക. ധ്യാനം എന്താണെന്ന് പറഞ്ഞുകൊടുക്കും. പക്ഷേ നമ്മുടെ പാരൻസിനും ധ്യാനം അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ധ്യാനം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ക്രിയായോഗ തന്നെ വേണമെന്നില്ല. പക്ഷേ ക്രിയായോഗ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇപ്പോൾ ഞാൻ പറയുന്ന ക്രിയായോഗ ചിലർ പറയും 144 ബ്രത്ത് എടുക്കാൻ പറയും. ഒരു സിറ്റിങ്ങിൽ 144 പേരും മുകളിലോട്ടും താഴോട്ടും എടുക്കാൻ പറയും. അതൊന്നും വേണ്ട. ഒരു ദിവസം കണ്ണടച്ചിരുന്നിട്ട് ഒരു 11 പ്രാവശ്യം ശ്വാസം മുകളിലോട്ടും ആ സ്പൈനിൽ കൂടി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് കിട്ടും. അതിനെത്ര മിനിറ്റ് വേണം? കൂടിപ്പോൾ ഒരു 10 മിനിറ്റ് മതി. ഇത് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് നമ്മുടെ പാരൻസിനുണ്ടാവണം. പാരൻസിനുണ്ടായിക്കഴിഞ്ഞാൽ ഈ കുട്ടികൾ വളരെ ബെനിഫിറ്റ് ആയിരിക്കും. അവർക്ക് നമ്മുടെ ബ്രെയിൻ സെൽസ് വളരെയധികം ഡെവലപ്പ് ചെയ്യും. നമ്മുടെ ഇത് പറയുന്നത് നമ്മുടെ ഓരോ ന്യൂറോൺസും ബ്രെയിനിലെ ന്യൂറോൺസിനെ വളരെ അധികം ഇത് റീജനറേറ്റ് ചെയ്യുന്ന പറഞ്ഞത്. ഇതിന് പറയുന്ന ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. ഈ ക്രിയായോഗ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ സെൽസ് നമ്പേഴ്സ് വളരെയധികം കൂടും. അത് മാത്രമല്ല, ഇത് പ്രായമുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ അൾസൈമേഴ്സും വരത്തില്ല. നമ്മുടെ വരുന്ന ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസിനെല്ലാം ഇതൊരു നല്ലൊരു ഗുണം ചെയ്യും. ബിക്കോസ് നമ്മൾ അത്രയും മാത്രം നമ്മുടെ സെൽസിനെ എനർജൈസ് ചെയ്യും. ഇത് ചുമ്മാ നമ്മൾ പറയുന്ന പോലെ മിത്തൊന്നുമല്ല. ബിക്കോസ് നമ്മൾ ഓരോ ശ്വാസം പ്രാണനാണല്ലോ, ഓരോ ശ്വാസത്തിലും കിട്ടുന്ന പ്രാണനാണ്. നമ്മൾ അവയർനെസ്സോടുകൂടി പ്രാണൻ എടുക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് എനർജൈസ് ചെയ്യും. നമ്മളിപ്പോൾ ശ്വാസം വിടുന്നു പോകുന്നു അത്രയല്ലേ അറിയാവുള്ളൂ. എന്നാൽ ഈ ശ്വാസത്തിൽ ഓക്സിജൻ ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. എന്നാൽ മരിക്കുന്ന ഒരാൾക്ക് ഓക്സിജൻ കൊടുത്താൽ ജീവൻ കൊടുക്കാൻ പറ്റുമോ? അപ്പം ഓക്സിജൻ അല്ല, അതിനകത്ത് പ്രാണനുണ്ട്. ആ പ്രാണനാണ് നമ്മൾ ഓരോ ശ്വാസത്തിനും എടുക്കുന്നതെന്ന് വിചാരിച്ച് അതാണ് സത്യം. അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ നെർവസ് സിസ്റ്റം കംപ്ലീറ്റ് എനർജൈസ് ചെയ്യും. നിങ്ങൾക്ക് ജീവിക്കുന്നിടത്തോളം കാലം ഈ അസുഖങ്ങളൊന്നും വരത്തില്ല. ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് വരത്തില്ലെന്നാണ് പറയുന്നത്. പാർക്കിൻസൺസ്, ആൾസൈമേഴ്സ്, ഇതൊന്നും വരത്തില്ല. അതിപ്പോൾ പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ശരീരം ഉപയോഗിച്ച് നോക്കണം. അത് തീർച്ചയായിട്ടും കിട്ടും. നമ്മുടെ യൂത്ത് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ
മെൻ്റൽ കപ്പാസിറ്റി വളരെയധികം അവർക്ക് നല്ലതാണ്. ഈ കാലം ജീവിക്കാൻ വളരെ നല്ലതാണ്. എല്ലാ സൗകര്യങ്ങളും നമ്മൾ പഠിച്ച പോലെ പഠിച്ച കാലത്ത് ഒരു സൗകര്യങ്ങളുമില്ല. നമ്മൾ നടന്ന് സ്കൂളിൽ പോകുന്നു, അത് ചെയ്യുന്നു. ഇപ്പം അതല്ലല്ലോ, എല്ലാം ഉണ്ട്. പക്ഷെ അവർക്ക് ഇങ്ങനത്തെ കാര്യം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫ് ഈസ് ബിക്കം ബ്ലിസ്ഫുൾ. ആത്മീയതയിൽ ഓരോ മാർഗങ്ങളും ഓരോ ദർശനത്തെ ബേസ് ചെയ്തായിരിക്കും ഋഷിമാർ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്, പകർന്നു നൽകിയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ക്രിയായോഗ അദ്വൈത ദർശനത്തിലൂന്നിയ ഉള്ളതാണോ അതോ ദ്വൈത ദർശനത്തിലാണോ? ക്രിയായോഗ തുടങ്ങുന്നത് രണ്ടായിട്ട്, ഞാൻ, ബോഡി, മനസ്സെല്ലാം രണ്ടായിട്ടാണ്. അപ്പം ദ്വൈതത്തിൽ കൂടെ തന്നെയാണ് ക്രിയായോഗം. ഞാൻ എൻ്റെ ബോഡി, എൻ്റെ ശ്വാസം, ഞാൻ ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ദൈവത്തിലെത്തണം. അപ്പം അവിടെ തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ തുടങ്ങി പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഒരു സമയം എത്തുമ്പം ഈ എനർജി മാത്രമേ ഉള്ളൂ. ഞാനും ഇല്ല, എൻ്റെ ബോഡിയും ഇല്ല, ഒന്നുമില്ല. ഈ അവിടെ വരുമ്പോൾ അദ്വൈതം മാത്രമേ ഉള്ളൂ. അതായത് പറയുന്നത്, നിങ്ങൾ തുടങ്ങുന്നത് ശക്തി, നിങ്ങളുടെ ശരീരം ശ്വാസത്തോടെ ശക്തി നിന്ന് ശിവനിലെത്തുകയാണ്. എത്തുമ്പോൾ ശക്തിയും ശിവനും കഴിഞ്ഞ അപ്പുറത്തെന്താണ്? ഉള്ളി അബ്സല്യൂട്ട് എംപ്റ്റിനെസ്, അല്ലെങ്കിൽ ഫുൾനെസ്. അവിടെ എത്തുമ്പം അദ്വൈതമല്ലേ ഉള്ളൂ. അപ്പം രണ്ടും, ഇത് ഒന്നിൽ തുടങ്ങി രണ്ടിലും എത്തുന്നു. അപ്പം ഞാൻ പറയും, അദ്വൈതവും ദ്വൈതം ഒരു കോയിനിൻ്റെ രണ്ട് സൈഡാണ്. അതിനെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യേണ്ട. സെപ്പറേറ്റ് ചെയ്താൽ വലിയ പാടാണ്. നിങ്ങൾ ഇപ്പം ഞാൻ ബാലുവിനൊരു അടി എന്ന് കഴിഞ്ഞാൽ ബാലു അദ്വൈതം പ്രാക്ടീസ് ചെയ്യുന്നതാണ് വെച്ചോളൂ, അടി ചെയ്യണം, വേദന എടുക്കത്തില്ലേ? വേദന എടുക്കും. അപ്പം നമ്മൾ രണ്ടും സത്യം, അബ്സല്യൂട്ട് ട്രൂത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അദ്വൈതം തന്നെയാണ്. അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷേ ഇതില്ലാതെ പറ്റുന്നില്ല. അപ്പം ഇതും അതും ഒരു കോയിൻ്റെ രണ്ട് സൈഡാണ്. ഇപ്പോൾ രണ്ടുമുണ്ട്, രണ്ട് സത്യമാണ്. അല്ലെങ്കിൽ ഇത് രണ്ടും അസത്യമൊന്നും വേണമെങ്കിൽ പറയാം. അതിനപ്പുറം ഉണ്ട്. ഈ ദ്വൈതത്തിനും അദ്വൈതത്തിനും അപ്പുറം എന്തോ ഉണ്ടല്ലോ. അത് ഇപ്പോൾ ഈ അദ്വൈതം ഞാൻ ഒന്നും അല്ലാതെ മനസ്സിലാക്കുന്നത് ആരാണ്? അപ്പോൾ അവിടെ എന്തോക്കെ ഉണ്ട്. അപ്പം നമ്മൾ സിസ്റ്റത്തിൽ രണ്ടും ഉണ്ട്, രണ്ടും വേണം. അതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇവിടെ എത്താൻ വേണ്ടി ഞാൻ പറയുന്നത്, നിങ്ങൾ മെക്കാനിക്കലായി ക്രിയായോഗം മാത്രം ചെയ്യരുത്, ഭക്തി മാർഗം കൂടെ ഉപയോഗിക്കണം. ഭക്തി മാർഗത്തിലൂടെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, ഭക്തിയോടുകൂടി ചെയ്യുമ്പോൾ അത് ഭയങ്കര എഫക്റ്റീവാണ്. അതിൽ കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് ജ്ഞാനവും വരും. അപ്പം എല്ലാം ഒന്നിച്ച് വരുന്നുണ്ട്. ഭക്തിമാർഗം, ജ്ഞാനമാർഗം എല്ലാം വരുമ്പം ഇത് ഒരു സിംഗിൾ മെത്തേഡല്ല. എല്ലാം കൂടെ ചേരുമ്പോൾ നിങ്ങൾ എത്തേണ്ടത് വളരെ ഫാസ്റ്റായിട്ട് എത്തും. ഭക്തിമാർഗം കൂടെ ചേർക്കുക, ജ്ഞാനമാർഗം വന്നോളും. അപ്പോൾ എല്ലാം ഒന്നിച്ച് വരും. 25 വർഷമായിട്ട് ഈ ക്രിയായോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഡോക്ടറാണ്, അമേരിക്കയിലാണ് സ്ഥിരതാമസവും. വല്ലപ്പോഴും മാത്രമാണ് നാട്ടിൽ വരുന്നത്. അപ്പം ഇത്രയും വർഷം പ്രാക്ടീസ് ചെയ്ത് ആ ക്രിയായോഗ ദീക്ഷ നൽകാൻ വരെ യോഗ്യതയുള്ള അങ്ങ് നാട്ടിൽ വരുമ്പോൾ നാട്ടിലെ യോഗിമാരെ കാണാൻ പോകും. അതിന് കാരണം എന്താണ്? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെ. അതായത് പണ്ട് തൊട്ട് ഈ യോഗിമാരെ പ്രത്യേകിച്ച് കളറിട്ടവർ വലിയ ഇഷ്ടമാണ്. അത് സൂപ്പർഫിഷ്യലായിട്ടാണ്. പക്ഷെ നമ്മളുടെ ചിന്തയാണ് എനിക്കെല്ലാം അറിയാമെന്നുള്ളത്. അത് തെറ്റാണ്. ഞാൻ ക്രിയായോഗ പഠിച്ചിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാത്തത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ഈ സാധാരണ യോഗിമാരോടും ഒക്കെ സഹകരിക്കുമ്പോൾ തീർച്ചയായിട്ടും കിട്ടും. അത് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആവണമെന്നില്ല. ജീവിതത്തിൽ എങ്ങനെ നമ്മൾക്ക് പെരുമാറാൻ കഴിയും, ഒരുപാട് കാര്യങ്ങൾ അവിടെ. ഉദാഹരണത്തിന് നിങ്ങളുടെ ഗുരു തന്നെ എടുക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ആ സിംപ്ലിസിറ്റി ഞാൻ എവിടെയും കണ്ടില്ല. അപ്പം ഇങ്ങനെ നമ്മൾ ചില ഗുരുക്കന്മാരുണ്ട്, ഭയങ്കര കടിച്ചു പറിക്കാൻ വരുന്നവരുണ്ട്. പക്ഷേ നമ്മൾ ഈ ഗുരുവിനെ കാണുന്ന പോലെ പലയിടത്തും നമുക്ക് പഠിക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ തവണ ഒരു ഗുരുവിനെ പോയി കണ്ടു. നിങ്ങൾ പൂന്തുറയുള്ളൊരു ശിവശങ്കരൻ ഗുരു, അദ്ദേഹം ഇപ്പം സമാധിയായെന്നോ. എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു, ഭയങ്കര ഒരു ഡൗട്ടാണ്. പക്ഷേ അദ്ദേഹത്തിനോട് പോയി ചോദിച്ചു, അദ്ദേഹം എന്ത് സിമ്പിളായിട്ട് ആൻസർ പറഞ്ഞു. അപ്പം നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞു തരും. നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എല്ലാ അറിവൊന്നും കിട്ടത്തില്ല.
അറിവ് കിട്ടുമെന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. നമുക്ക് കുറേ അറിവുണ്ട് എന്നല്ലാതെ എല്ലാം കിട്ടത്തില്ല. അപ്പോൾ ഈ കാണുന്നവരെ കൊണ്ട് ചിലർക്കൊന്നും കാണത്തില്ല. ഈ ചില യോഗിമാരെ കാണുന്ന അവർക്കൊന്നുമില്ല, വെറുതെ കാവി ഇട്ടുകൊണ്ട് നടക്കുന്നതാണ്. അത് മനസ്സിലാവും നമുക്ക്. ചിലപ്പോൾ അവിടെ പോയിട്ട് അവർക്ക് കുറച്ച് പൈസ കൊടുക്കും. അവർക്ക് അത് നമ്മൾ ഒരു സന്തോഷമാണ് ഇവിടെയൊക്കെ കാണുന്നത്. പിന്നെ ഒരു കാലത്ത് നമുക്ക് മനസ്സിലാവും, യോഗിമാരെ മാത്രമല്ല, ഞാൻ എവിടെ പോയാലും ആരെങ്കിലും കണ്ട് എന്തെങ്കിലും കൊടുക്കും. ഒരു നമുക്ക് എല്ലാവരും ഒന്നാണ് എന്നുള്ള ധാരണ വരുന്നതുകൊണ്ടാണ്. നമ്മളൊരു ഉദാഹരണത്തിന് ഹോട്ടലിൽ പോയി, അവിടെ പോയി ആഹാരം കഴിച്ചു, അവിടെ ടിപ്പ് കൊടുക്കും. അത് വെളിയിലിറങ്ങുമ്പോൾ അവിടെ ഒരു വാച്ച്മാൻ നിൽക്കും, അവനെ ടിപ്പ് ചെയ്യും. ഇപ്പുറത്ത് വരുമ്പോൾ കാറ് കാണാൻ. ഇതൊക്കെ കൂടെ ഒന്നിച്ച് നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള ധാരണ ഉള്ളതുകൊണ്ടാണ്. അത് നല്ലതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കതിൽ കൂടുതൽ എന്താ ചെയ്യാൻ പറ്റും? എല്ലാവരെയും ഒന്നുപോലെ കാണാനുള്ള ഒരു മനസ്സിൻ്റെ, അതുകൊണ്ടാണ് ഇതെല്ലാവരെയും പോയി കാണുന്നത്. ഇപ്പം എന്ത് പറയും, ഞാൻ എവിടെ കണ്ടാലും ഇങ്ങനെ ഓടിപ്പോകുന്നതിന് ഇതുകൊണ്ടാണ് പോകുന്നത്. അവരിൽ നമുക്ക് എന്തെങ്കിലും കിട്ടും, പഠിക്കാൻ കിട്ടും. നമ്മുടെ മൈൻഡ് എപ്പോഴും ഓപ്പൺ ആക്കി വെക്കണം. തീർച്ചയായിട്ടും ഓപ്പൺ ആകും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ചിലപ്പോൾ വിചാരിക്കാതിരിക്കുന്നവരെന്ന് നമുക്ക് അറിവ് കിട്ടും. നമ്മൾ വിചാരിക്കും അവനൊന്നും അറിയത്തില്ല എന്ന് വിചാരിക്കുന്നവനായിരിക്കും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അറിവ് തരും. അത് എല്ലാം ഓപ്പൺ ആയിരിക്കട്ടെ, എവിടെ വേണോ പോവാം, കാണാം, ഒരു ദോഷവുമില്ല. നമ്മൾ റിസ്ട്രിക്റ്റ് ചെയ്യണ്ട, ഓപ്പണായി അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ്. തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യുക, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുക. ബിക്കോസ് അൾട്ടിമേറ്റ്ലി എല്ലാം ബ്രഹ്മം എന്നല്ലേ പറയുന്നത്. പിന്നെന്താ, എല്ലാം ബ്രഹ്മമാണെങ്കിൽ ആരെ പോയി കാണാം. പലപ്പോഴും ഇതൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ചില നിമിഷം ഞാൻ അതിന് പറഞ്ഞതിൻ്റെ കൂടെ പറയാം. ഞങ്ങൾ അമ്പലത്തിൽ പോകും. നിങ്ങൾ എന്നോട് ചോദിക്കും, എന്തിനാ അമ്പലത്തിൽ പോകുന്നു? എടാ, ക്രിയയോഗ പഠിക്കുന്നു, ക്രിയയെന്ന് നിങ്ങൾ പറയുന്നു, പരബ്രഹ്മേ ഉള്ളൂ, എങ്ങനെയാണ് അമ്പലത്തിൽ പോകുന്നത്? പക്ഷെ അവിടെ ചെന്നാലും ഞങ്ങൾ കാണുന്നത് എന്താണ്? ആ കല്ലല്ല, അവിടെ പരബ്രഹ്മം തന്നെയാണ്. ആ വരുന്നവരും പരബ്രഹ്മം തന്നെ. എല്ലാം അങ്ങനെ ഒരു ചിന്തയോടുകൂടി പോകും. പിന്നെ ഓരോ അമ്പലത്തിൻ്റെ എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത് ഭയങ്കരമാണ്. ഉദാഹരണത്തിന് ഞങ്ങളിപ്പോൾ കാമാഖ്യ ടെമ്പിളിൽ പോയി. എൻ്റെ പണ്ട് തൊട്ടുള്ള ഒരു മനസ്സിൻ്റെ എങ്ങനെയോ ഒന്നൊരാഗ്രഹമാണ് ആ കാമാഖ്യ ടെമ്പിളിൽ പോയിട്ട്. ഭയങ്കര തിരക്കാണ്, എന്നാലും ആ താഴത്തെ ആ ദേവിയുടെ യോനിയുണ്ട്, അതാണ് അവിടുത്തെ വിഗ്രഹം. അത് കവർ ചെയ്തിട്ടേക്കുന്നത്. അതൊക്കെ നമ്മൾ കാണാൻ പോകുന്ന അവിടെയാണ്, അതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഇരുന്നിട്ട് ആ ഒഴുകി വരുന്ന വെള്ളത്തിൽ ഒന്ന് ടച്ച് ചെയ്തിട്ടിരുന്നു, എണീറ്റു. ഭയങ്കര എനർജിയാണ് ആ സ്ഥലത്ത്. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു ചിന്തയാണ് അപ്പം വന്നത്, മതി, ഇനി അമ്പലങ്ങൾ വേണ്ട. ആ ചിന്ത വരണമെങ്കിൽ അത് ഭയങ്കരമാണ്. അപ്പം ഈ അമ്പലങ്ങൾക്കും അതിൻ്റേതായ പ്രസക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇനി അമ്പലത്തിൽ പോകത്തില്ലെന്നില്ല. പിന്നെ അതിനുശേഷം പോയി കാളഹസ്തി പോകും. നമ്മൾ ചെയ്യാനുള്ള എല്ലാം ചെയ്യുക, ഒരു ദോഷമില്ല. ജീവിതം ബ്ലിസ്ഫുൾ അല്ലേ, എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞ് കള്ളു കുടിച്ച് കിടക്കുമെന്ന് ഞാൻ പറയില്ല, കുടിക്കാറുമില്ല. പക്ഷെ അതും ഒരു ദോഷമുണ്ട്. കള്ളു കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുണ്ടലിനെ ഡൗൺ ചെയ്യും. അപ്പം ആരെങ്കിലും കുണ്ടലിനെ പ്രാക്ടീസ് ചെയ്യണം, ഡ്രിങ്ക്സ് എടുക്കരുതെന്ന് തീർച്ചയായിട്ടും പറയുന്നത് കൊണ്ടാണ്. ഡ്രിങ്ക്സും ഡ്രഗ്സും അത് നിങ്ങളുടെ കുണ്ടലിനെ ഡാമ്പൻ ചെയ്തിടും. അപ്പോൾ അത് വളരെ സൂക്ഷിക്കും. അപ്പം യോഗിമാരെ എനിക്കിഷ്ടമാണ്, ഇനിയും കാണും. ഇപ്പം നമ്മളെല്ലാവരും സത്യത്തെ തേടിയാണ് പോകുന്നത്. നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ്, അവനെ തിരിച്ചറിയാന്നുള്ള യാത്ര. എന്നാൽ ഒരു ഭക്തനിൽ നിന്നും ഈ ഹൂ ആം ഐ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നാൽ അപ്പോൾ പിന്നെ ആരിൽ നിന്നുമാണ് ഇങ്ങനൊരു ചോദ്യം ഉണ്ടാവുന്നത്? ഇത് തന്നെയാണ്, ഭക്തൻ ആരാണോ അതിലേക്ക് സറണ്ടർ ചെയ്യണം. ഉദാഹരണത്തിന് ഭക്തൻ ഗുരുവിലാണ് ഭക്തിയെങ്കിൽ ഗുരുവിൽ സറണ്ടർ ചെയ്യുന്നു, അല്ല ഒരു ദൈവത്തിലാണെങ്കിൽ ദൈവത്തിൽ സറണ്ടർ ചെയ്യുന്നു. അപ്പം ഭക്തൻ്റെ ചിന്ത അതിൽ കൂടുതൽ പോകുന്നില്ല. ഞാനും ഭഗവാനും രണ്ട്. അപ്പോൾ അവിടെ നിന്നുപോയി അവിടെ. അത് മാത്രം പോരാ, ഒന്നിൽ ഭക്തനെക്കാളും പറയുന്നത് ഒരു ശരിക്കുള്ള സാധ്യ അന്വേഷകയും, അതായത് ഒരു ഡിവോട്ടി അല്ല വേണ്ടത്. നിങ്ങൾക്ക് സ്പിരിച്വൽ സത്യം അറിയണമെന്ന് തോന്നുന്ന വളരെ അപൂർവം പേരുണ്ട്. അവരാണ് ഒരു ഗ്രൂപ്പ്. അവർ ചോദിക്കും, ഞാൻ ഇത്രയും ചെയ്തു, ഞാൻ ഭക്തിമാർഗം ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാനൊന്നും എത്തുന്നില്ല. അവരെ ഒന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, ഞാൻ ആരാണ്? വളരെ അപൂർവം പേരേ ഉള്ളൂ. പിന്നെ
വെസ്റ്റേൺ കൺട്രീസിലൊന്നുണ്ട്. അതായത് അവർ ഈ പോകുന്ന മുഴുവൻ മെറ്റീരിയൽ ബെനിഫിറ്റ്സിൻ്റെ പുറപ്പാണ്. അവർക്ക് വസ്തുവായി പണമായി എല്ലാം അവരുണ്ടാക്കി ലോകത്തിലേക്ക് അവർക്ക് നേടാനുള്ള എല്ലാം കഴിഞ്ഞു. അപ്പോഴും അവിടെ ഒരു വാക്യൂം വരുന്നുണ്ട്. എന്താണ് മിസ്, എൻ്റെ ലൈഫിൽ എന്തോ മിസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം അങ്ങനെയുള്ളവർ ചിന്തിക്കും ഞാൻ ആരാണ്. അങ്ങനെയാണ് നമുക്ക് പുറത്തുനിന്നൊരു ഡിവോട്ടീസ് വരുന്നത്. അവർക്ക് ചിന്ത ഞാൻ ഇതൊന്നും അല്ല, ഇതുകൊണ്ട് എനിക്ക് ഇത്രയും ഉണ്ടായിട്ട് സംതിങ് ഈസ് മിസ്സിങ്, എന്താണ് മിസ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരാണ് ഇപ്പോൾ രമണ മഹർഷിയുടെ അടുത്തും അങ്ങനെ വരുന്നത്. അവർക്ക് മാത്രമേ ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ആൾക്കാർ സാധാരണക്കാരൻ അത് ചോദിക്കത്തില്ല. എന്ന് വെച്ചാൽ ഡേ ടു ഡേയിൽ എനിക്ക് ആഹാരം വേണം, വീട് വേണം, കാർ വേണം, ഇതിൻ്റെ പുറകെ പോകുമ്പം ഞാൻ ഇതല്ലേ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ചോദിക്കത്തില്ല. പക്ഷെ എല്ലാം കിട്ടിയ ഒരാൾക്ക് മാത്രമേ കിട്ടൂ. പിന്നെ ഉള്ളത് നിങ്ങൾ ഒരു പക്ഷേ കഴിഞ്ഞ ജന്മം ഈ പാത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും. ഒരുപാട് പ്രായമൊന്നും ഉണ്ട്, ചെറിയ പ്രായത്തിൽ നിങ്ങൾ ചോദിക്കും ഇതൊന്നും അല്ലല്ലോ സത്യം, ഞാൻ ആരാണെന്ന് ചോദിക്കും. ഇതാണ് എൻ്റെ ആൻസർ. എന്താണ് സെൽഫ് റിയലൈസേഷൻ? മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്ന ഭാവത്തിൽ നിന്ന് ഞാനെന്ന ബോധത്തിലേക്ക് എത്തുന്നതാണ് സെൽഫ് റിയലൈസേഷൻ. അത് ഒരു ആസ്പെക്റ്റ്. ഇപ്പം ഞാൻ ഇത്രയും കാലം ഞാൻ അറിഞ്ഞിരുന്നത് ഞാൻ എൻ്റെ ശരീരമാണ്, എൻ്റെ മനസ്സാണ് എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അത് രണ്ടുമല്ല, ഞാൻ ആത്മാവ് ആണ് എന്നറിയുന്നതാണ് സെൽഫ് റിയലൈസേഷൻ. അത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. എന്നാൽ ആ സ്റ്റെപ്പ് പോയി കഴിഞ്ഞാൽ അപ്പം നമ്മൾ അങ്ങനെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. പലർക്കും പറ്റും. ഞാൻ അറ്റ്ലീസ്റ്റ് മൊമെൻ്ററി മനസ്സിലാക്കും, ഞാനിതല്ലല്ലോ, ഞാനിതാണെന്ന് മനസ്സിലാക്കിയാലും പിന്നെയും നമ്മൾ സ്ലിപ്പ് ചെയ്ത് വീണ്ടും വീണ്ടും ഇവിടെ വീഴും. അങ്ങനെ ഈ സ്റ്റെപ്പിൽ ഇങ്ങനെ കുറേ കാലം പോകുമ്പോൾ ഇങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും സംഭവം നമുക്ക് ഈ പ്രകൃതിയോട് ഭയങ്കര സ്നേഹം തോന്നും. സംഭവം നമുക്കെല്ലാം പ്രകൃതി കാണുമ്പോൾ സന്തോഷമാണ്, ഒരു ചെടി കാണുമ്പോൾ സന്തോഷമാണ്. അങ്ങനെ അത് ഒരു സ്റ്റെപ്പ്, അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് അങ്ങനെ പോകും. അതും കഴിഞ്ഞിട്ട് കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഒരു എനർജി നമ്മളുടെ ഉള്ളിലോട്ട് ഫ്ലോ ചെയ്യും. ഫ്രം എബവ് സഹസാരയിൽ നിന്ന് ഫ്ലോ ചെയ്യാമെന്നാണ് അവർ നമുക്കൊരു എനർജി ഫീൽ ചെയ്യും. ആ എനർജി ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും, എടാ ഞാൻ പ്രകൃതി മാത്രമല്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ പരമാത്മാവാണ് എന്നൊരു ബോധം വരും. അപ്പോൾ ആദ്യം വരുന്നത് ഞാൻ പരമാത്മാവിൻ്റെ അംശം, ഇപ്പോൾ വിരിക്കുന്ന ഞാൻ പരമാത്മാവാണല്ലോ എന്നുള്ളൊരു ബോധം വരും. അപ്പോഴാണ് റിയലി സെൽഫ് റിയലൈസേഷൻ എന്ന് വരുന്നത്. പക്ഷേ ഫുൾ റിയലൈസേഷൻ അതുകൊണ്ടും ആവുന്നില്ല. നമ്മളിത് മനസ്സിലാക്കിയാലും ഇത് 24/7 നമ്മൾ ഉറക്കത്തിലും ഊണിനും എല്ലാം ഈ ബോധം വേണം. അങ്ങനെ ഉള്ളതാണ് ഫുള്ളി റിയലൈസ് സോൾ എന്ന് പറയുന്നത്. അത് എത്ര പേരുണ്ടെന്ന് വെച്ചാൽ ഇന്ത്യയിൽ എനിക്കറിയില്ല, 1 or 2 പേര് കാണുമായിരിക്കും. അപ്പോൾ അതാണ് ശരിക്ക് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പരമാത്മാവ് തന്നെയാണ്, ഒന്നുമല്ല, ഞാനില്ല. ഞാനെന്ന് പറഞ്ഞാൽ ഈ ബോഡി ഒന്നുമില്ല, ഈ പരമാത്മാവ് എന്നിലൂടെ ഞാനൊരു ഉപകരണം. അതാണ് ഭഗവാൻ ബാബ ഞങ്ങളോട് പഠിപ്പിച്ചെന്നതാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ പരമാത്മായ എനർജി മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാം ഇസ് ഇൻസ്ട്രുമെൻറ്റ്സ്, നമ്മളൊക്കെ ഇൻസ്ട്രുമെൻ്റാണ്. ജി, ആരാണ് മഹാവതാർ ബാബാജി? നിങ്ങൾ TV കാണുകയോ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും നിങ്ങൾ മഹാവതാർ ബാബാജിയെ പറ്റി കേട്ട് കാണും. അദ്ദേഹം ഇവിടെ ജനിച്ചു, അദ്ദേഹത്തിന് ആശ്രമം ഇവിടുത്തുണ്ട് എന്നെല്ലാം പലയിടത്തും കേട്ടിട്ടുണ്ട്. എന്നാൽ ശരിക്ക് ബാബാജിയെ കണ്ടവർ എത്രയുണ്ടെന്ന് വെച്ചാൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ. വലിയ യോഗിമാരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. ലാഹിരി മഹാശയക്ക് ദർശൻ കിട്ടിയെന്ന് പറയുന്നു. ലാഹിരി മഹാശയ ദർശൻ കിട്ടിയത് ഒരു സ്വർണ്ണ രൂപത്തിൽ മൊമെൻ്ററിയാണ്, ഇങ്ങനെ പലരും പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ അറിവിൽ പരമാത്മാവിന് ഒരു രൂപമുണ്ടെങ്കിൽ, പരമാത്മാവിൻ്റെ രൂപം നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അതിന് ഞാൻ ബാബാജി എന്ന് പറയും. അല്ലാതെ ബാബാജിക്ക് ഒരു രൂപമില്ല.
അതായത് ഹിസ് ഫോംലെസ് ഫോമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഏത് ഫോമിൽ നമുക്ക് അടുത്ത് വരാം. നിങ്ങളൊരു ഡിവോട്ടി ആണെങ്കിൽ ചിലപ്പോൾ നാളെ ഒരു കിളിയുടെ രൂപത്തിലായിരിക്കും ഞങ്ങൾക്ക് വന്നായിരുന്നു, ചിലപ്പോൾ ഒരു പാമ്പായിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു ഭിക്ഷക്കാരനായിരിക്കും, ചിലപ്പോൾ വേറൊരു സ്ത്രീയായിട്ടായിരിക്കും. അപ്പം അതൊക്കെ നമുക്ക് സട്ടിലായിട്ട് നമ്മളെ കാണിച്ചു തരും. അപ്പം ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്. പിന്നെ മറ്റുള്ളവർ പറയുന്ന ബാബാജി ഇവിടെയാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിലൊന്നും ഏത് പറയാൻ പറ്റത്തില്ല. അതായിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ ഞങ്ങളുടെ ചിന്തയിൽ ഭഗവാൻ പരമാത്മാവും, ആ പരമാത്മാവിന് രൂപമില്ല. ഞങ്ങളൊരു രൂപത്തിൽ വരയ്ക്കുന്നു, കാണുന്നു, അത്രയേ ഉള്ളൂ. അദ്ദേഹത്തെ കാണാൻ പറ്റത്തില്ല. കാണാൻ നിങ്ങൾ ആരെങ്കിലും പറയേണ്ട ഭഗവാനെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ മുമ്പ് വന്നു കഴിഞ്ഞാൽ കാണുക എങ്ങനെയാണ്? അതായത് ഒരു 10,000 വോൾട്ടുള്ള ഒരു എനർജിയുടെ മുമ്പ് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും? നിങ്ങൾ കത്തി ചാമ്പലാവും. അപ്പം നിങ്ങൾക്ക് അതിന് പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല. പിന്നെ പലരും പറയുന്നുണ്ട് ഞാൻ ബാബാജിയെ വന്നതിൻ്റെ എനിക്കത് ചേരും ഇത് വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും കമൻറ്റ് ചെയ്യാൻ പാടില്ല. ഓരോരുത്തരുടെ മാനസിക നിലവാരമനുസരിച്ച് പലതും പറയുന്നു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാബാജി ഒരിക്കൽ ഒരു ധ്യാനത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ബാബാജി ആരാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഐ ആം ദ ഫാദർ ഓഫ് ബ്രഹ്മ, വിഷ്ണു ആൻഡ് മഹേശ്വരൻ എന്ന് ഒരാൾക്ക് പറയണമെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എൻ ഓർഡിനറി ബീയിങ് അല്ല. അത് അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങൾ അമ്പലത്തിൽ പോയാലും ശിവനെ ദേവിയെ കാണാനെല്ലാം ഓം ശ്രീ ഗുരുഭ്യോ നമഃ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ ഗുരു അതിൽ തന്നെ എല്ലാം ഉണ്ട്. നമുക്ക് ഭക്തിയുണ്ട്. ദേവിയുടെ അടുത്ത് പോയാലും ഭയങ്കര സന്തോഷമാണ്. ദേവിയെ കണ്ടാലും ഗുരു തന്നെയാണ്, ശിവനെ കണ്ടാലും ഗുരു തന്നെ, വിഷ്ണുവിനെ കണ്ടാലും ഗുരു തന്നെയാണ്, ബാലുവിനെ കണ്ടാലും ഗുരുവാണ്, നമ്മുടെ ഗുരുവിനെ കണ്ടാലും ഗുരു തന്നെയാണ്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങൾ ബാബാജി. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഏത് വിധത്തിൽ ബാബാജി കണ്ടാലും ഒരു തെറ്റുമില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, അതിൽ ഒരു കുഴപ്പമില്ല. ഡോക്ടർ വിജയൻജിയുമായിട്ടുള്ള ഈ ഒരു സത്സംഗത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന സാധകർക്ക് അത് പെട്ടെന്ന് പിടികിട്ടിയിട്ടുണ്ടാവും. വളരെ ശാന്തമായിട്ടും പക്വതയോടും കൂടി ആണ് ഈ ഒരു സത്സംഗത്തിലെ ആ ചോദ്യങ്ങൾക്കെല്ലാം ഡോക്ടർ ജി മറുപടി പറഞ്ഞു. ഡോക്ടർ ജി ആയതുകൊണ്ടായിരിക്കാം കൂടുതൽ സയൻറ്റിഫിക് രീതിയിലാണ് ആ ചോദ്യങ്ങളെല്ലാം കണ്ടതും നമ്മളിലേക്ക് അതിൻ്റെ കോറ് പകർന്നു തന്നത്. സാധാരണ ഇങ്ങനെ പറയാൻ കാര്യം, സാധാരണ നമ്മൾ ഒരു ക്രിയായോഗയുടെ ഒരു ഇൻ്റർവ്യൂ കേൾക്കുകയോ അല്ലെങ്കിൽ ഒരു ക്രിയായോഗയെ പറ്റി ഒരാളോട് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ഭ്രമത്തിനടിമപ്പെട്ട അല്ലെങ്കിൽ ഒരു അതിശയോക്തി കലർന്ന രീതിയിലായിരിക്കും നമ്മളോട് ആ ക്രിയായോഗയെ പറ്റി പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ യഥാർത്ഥ സത്തയെ മറന്നുകൊണ്ട് ആ അതിശയോക്തിയിൽ അല്ലെങ്കിൽ ആതീന്ദ്രിയത്തിൽ മനസ്സിൻ്റെ ആ ചലനാത്മകതയിൽ നിന്നുകൊണ്ടാണ് അവരുടെ ഉത്തരങ്ങളെല്ലാം. ശരിക്കും ക്രിയായോഗ പ്രാക്ടീസ് ചെയ്യുന്നത് തന്നെ, ക്രിയായോഗ ആയിക്കോട്ടെ, ആ യോഗമാർഗങ്ങൾ എന്തും ആയിക്കോട്ടെ, പ്രാക്ടീസ് ചെയ്യുന്നത് മനസ്സിനെ നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ആ നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ട് അവനവനെ തിരിച്ചറിയുക എന്നുള്ള ആ ലക്ഷ്യത്തിലേക്കാണ്. എന്നാൽ പലപ്പോഴും ഇതല്ല കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സത്സംഗം വളരെ പ്രത്യേകതയുള്ളതും മഹത്വപൂർണ്ണമാണ് എന്ന് പറയാൻ സാധിക്കുന്നത്. തുടക്കത്തിൽ പറഞ്ഞ പോലെ വിചാരം ചെയ്യുന്നവനെ അറിയുക, അതിന് കുറച്ച് പഠനങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരും. എന്തായാലും ഈ ഒരു സത്സംഗത്തിന് അവസരം നൽകിയ ഡോക്ടർ ജിയോടും കുടുംബത്തിനോടും നന്ദി പറയുകയാണ്. അങ്ങ് നമ്മൾ സാധകരോട് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? ആദ്യത്തെ സന്ദേശം, നിങ്ങൾ ഇത്രയും ക്ഷമയോടുകൂടി എൻ്റെ ഈ വാക്കുകൾ കേട്ടതിന് ഭയങ്കര നന്ദി. സാധാരണ ഈ ക്രിയായോഗയൊക്കെ പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഒന്നിൽ ഭയങ്കര അതിശയോക്തിയായിരിക്കും, അല്ലെങ്കിൽ ആദ്യം തന്നെ കട്ട് ചെയ്ത് കളയും.
നിങ്ങൾ ഈ പറഞ്ഞത് 100% സത്യമാണെന്ന് വിശ്വസിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏതായാലും, ക്രിയായോഗം മാത്രമെന്ന് ഞാൻ പറയുന്നില്ല, ഏതെങ്കിലും ഒരു ധ്യാനവിധി ദിവസവും കുറച്ചു നേരമെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് വളരെയധികം മാറ്റങ്ങളുണ്ടാകും. അതായിരിക്കട്ടെ ആദ്യത്തേത്. നിങ്ങളിപ്പോൾ ഉടനെ സെൽഫ് റിയലൈസേഷൻ കിട്ടണമെന്നൊന്നും വിചാരിക്കരുത്. ആദ്യം നിങ്ങളുടെ ശരീരവും മനസ്സിനെയും നിയന്ത്രിച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് തോന്നും, അല്ല ഇതൊന്നും അല്ലല്ലോ, എനിക്കൊരു ഗുരു വേണം എന്ന് തോന്നുന്ന സമയത്ത് ഗുരു തന്നെ നിങ്ങളുടെ അടുത്തെത്തുമെന്നാണ് വയ്പ്. അതുകൊണ്ട് അതുവരെ ആരെങ്കിലും ഒരു ഗുരുവിനെ കണ്ടിട്ട് ഈ സിമ്പിളായിട്ടുള്ള യോഗയോ മെഡിറ്റേഷനോ, യോഗയെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഒരുപാട് ശരീരം കൊണ്ടുള്ള ചെയ്യുന്ന വേണ്ട, കൂടുതലും ധ്യാനിക്കാൻ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഞാൻ പറഞ്ഞ സത്യത്തിലേക്ക് എത്താൻ തീർച്ചയായിട്ടും കഴിയും. ഭഗവാൻ അല്ലെങ്കിൽ മഹാവതാർ ബാബാജി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. ബാബാജി നാമ ക്രിയാ 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 ബാബാജി നാമ Babaji Nama Kriya Babaji Nama Kriya Babaji Nama Kriya Babaji Nama Om Kriya Babaji Nama Kriya Babaji Nama Om Kriya Babaji Nama Kriya Babaji Nama Kriya Babaji Nama Kriya Babaji Nama